स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। ീയമണ്ഡലം വേദ സത്യം യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രചക്രഭവന്തേ സ്വരൂപാഃ തഥാക്ഷരാൽ വിവിധാഃ സൗമ്യഭാവാഃ പ്രജായന്തേ തത്രദൈവാപീന്ദ്രിയം വേദസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഹം വായുജ്യോതിരാപപൃഥ്വീ വിശ്വസ്യ ധാരിണീ ദിവ്യോ ഹ്യമൂർത്തപുരുഷഃ സബാഹ്യാഭ്യന്തരോ ഹ്യജഃ അപ്രാണോ ഹ്യമനാ ശുക്രോ ഹ്യക്ഷരാത്പരതഃപരഃ വേദസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഹം വായുജ്യോതിരാപപൃഥ്വീ വിശ്വസ്യ ധാരിണീ അഗ്നിർമൂർധാ ചക്ഷുഷി ചന്ദ്രസൂര്യോ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വീ ഹേഷ സർവഭൂതാന്തരാത്മാ. തൃതീയഖണ്ഡം. തസ്മാദഗ്നിസമിധോ യസ്യ സൂര്യഃ സോമാത് പർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻ രേതസ്സിഞ്ചതി യോഷിതായാം ബഹ്വീ പ്രജാ പുരുഷാः സംപ്രസൂതാः. തസ്മാത് ച സാമയജൂംഷി ദീക്ഷാ യജ്ഞാശ്ച സർവേ ക്രതവോ ദക്ഷിണാശ്ച സംവത്സരശ്ച യജമാനശ്ച ലോകാः സോമോ യത്ര ഭവതി യത്ര സൂര്യഃ. തസ്മാच्च ദേവാ ബഹുധാ സംപ്രസൂതാः സാധ്യാ മനുഷ്യാ പശവോ വയാംസി പ്രാണാപാനോ വ്രീഹ്യവോ തപശ്ച ശ്രദ്ധാ സത്യം ബ്രഹ്മചര്യം വിധിശ്ച. സപ്ത പ്രാണാ പ്രഭവന്തി തസ്മാത് സപ്താർച്ചിഷഃ സമിധഃ സപ്ത ഹോമാഃ സപ്തൈമേ ലോകായേഷു ചരന്തി പ്രാണാഃ ഉപാസയാ നിഹിതാഃ സപ്ത സപ്ത. അധഃ സമുദ്രാഗിരയശ്ച സർവേ അസ്മാൽ സ്യന്തന്തെ സിന്ധവഃ സർവരൂപാഃ. അധശ്ച സർവാ ഓഷധയോ രസശ്ച നൈഷഭൂതൈസ്തിഷ്ഠതേ ഹ്യന്തരാത്മാ. പുരുഷേ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദനിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികിരതീഹ സൗമ്യാ. രണ്ടാമത്തെ ഖണ്ഡമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ അക്ഷരൻ്റെ സ്വരൂപമാണ് പറഞ്ഞിരിക്കുന്നത്. എത്തത് അദ്രേശം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പശ്യന്തി ധീരാഃ. ഭൂതയോനിയാണ് ഈ പറഞ്ഞത്, അതാണ് അക്ഷരം. ഭൂതയോനി അതായത് സർവവും അവിടുന്ന് അവ്യക്തം പറയുന്ന ആകാശ ആവുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം. അപ്പം അവിടെ ഒരു ചെറിയ ഉപാധിയുണ്ട്. ആ ഉപാധിയുള്ളത് കൊണ്ട് ആ ഉപാധിയുടെ വിസ്താരമാണ് ഈ പ്രപഞ്ചം. പ്രാണൻ, ആകാശം, സകല പ്രപഞ്ചമായിട്ട് കാണുന്ന സകലതും പ്രാണൻ്റെ രൂപഭേദങ്ങളാണ്. അല്ലാതെ പല രീതിയിലുള്ള വ്യവസ്ഥാനങ്ങളാണ്. പ്രാണൻ എന്ന് പറയുന്നതിന് അനാർജി എന്ന് തന്നെ അർത്ഥം എടുക്കണം. ആ പ്രാണൻ്റെ അനേക രീതിയിലുള്ള അവസ്ഥാനങ്ങളാണ് പ്രപഞ്ചം. അതെവിടെ നിന്നുണ്ടായിരുന്ന ആ ഊർജ്ജം മുഴുവനും കൂടെ ഒരു അവ്യക്തം എന്ന് പറയുന്ന ആ ആകാശ ഉപാധിയോടുകൂടി ആ ചൈതന്യത്തിലൂടെ ആകാശം എന്നുള്ള ഉപാധി അത് സകല ഊർജത്തിൻ്റെ ഇരിപ്പിടം. അതവിടെ കൂടി അവിടെ അതാണ് ഈ അവ്യക്തം എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയുന്നത് അവ്യക്തത്തിൽ സർവ്വം അടങ്ങിയിരിക്കുകയാണ്. അതാണ് അക്ഷരം.
മൂലപ്രകൃതി അത് തന്നെ. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ കാരണമൊന്നുമില്ല. മൂലപ്രകൃതി പറഞ്ഞാൽ ആദ്യ കാരണം. ഇതാണ് അവിടെ ആദ്യ കാരണം. അതാണ് അക്ഷരപുരുഷൻ. അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ആകാശം, അവ്യാകൃത ആകാശം എന്ന അവ്യാകൃതം എന്ന് പറഞ്ഞാൽ അല്പം പോലും വ്യാകൃതമായിട്ടില്ല, അല്പം പോലും വ്യാകരിക്കാതെ, അതിന് പ്രപഞ്ചം അല്പം പോലും ഉണ്ടാകാതെ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ആകാശം, അതിലുള്ള ഉപാധി. അവിടെ 3 എണ്ണം വരും. അപ്പോൾ എന്ത് പ്രപഞ്ച കാര്യങ്ങൾ പറഞ്ഞാലും 3 എണ്ണം വരും. അതായത് ആ ഉപാധിയിലുള്ള ചൈതന്യം, അധിഷ്ഠാന ചൈതന്യം. അല്ല, അന്തര്യാമി, ഉപാധി. ആ ഉപാധിയാണല്ലോ പലതായിട്ട് തീരുന്നത്, അധിഷ്ഠാനം. അപ്പോൾ അധിഷ്ഠാനം, അന്തര്യാമി, ഉപാധി, ഈ 3 എണ്ണം എല്ലായിടത്തും ഉണ്ട്. അധിഷ്ഠാനം എന്ന് പറയുന്നത് സർവത്ര അതൊന്നിലും സ്പർശിക്കാതെ നേരത്തെ ദിവ്യോഹി അമൂർത്ത പുരുഷ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം, ഒന്നിനോടും സ്പർശമില്ലാതെ ഒന്നിനോടും ഒന്നിലും ഒരു ചലനവുമില്ലാതെ നിർവികാരമായി കേവല ബോധസ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യം. അതിനെ നേതിന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ചൈതന്യത്തിൽ ആരോപിച്ചിരിക്കുന്ന മൂലപ്രകൃതി ആരോപിച്ചെന്ന് പഠിച്ചത്. അപ്പോൾ അതിൽ ആരോപിച്ചിരിക്കുന്ന മൂലപ്രകൃതിയിലുണ്ടൊരു ചൈതന്യം. ആ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ഈ മൂലപ്രകൃതിയാകുന്ന തൻ്റെ ഉപാധി. പ്രവേശിച്ച ചൈതന്യം എല്ലാത്തിലും ഈ ഈശ്വരൻ പ്രവേശിക്കുമ്പോഴാണല്ലോ അതിന് ജീവനുണ്ടാകുന്നത്, അല്ലെങ്കിൽ ചേതനത്വം ഉണ്ടാകും, അല്ലെങ്കിൽ ചേതനമില്ല. അപ്പോൾ ആ ഇതിൻ്റെ അകത്ത് ചേതനത്വം ഉണ്ടായിരിക്കുന്നത് ഈ പ്രവേശിച്ചതുകൊണ്ട്. പ്രവേശിച്ച ചൈതന്യമാണ് അന്തര്യാമി. അപ്പോൾ നമുക്കുമുണ്ട് അന്തര്യാമി, ശരീരവും. അതുപോലെ ഓരോ പ്രപഞ്ച വസ്തുവിനും അന്തര്യാമിയുണ്ട്, ശരീരവുമുണ്ട്, ഉപാധിയുണ്ട്. പ്രതിബിംബ ചൈതന്യമേ ഉള്ളല്ലോ, അല്ലാതെ മറ്റേ ചൈതന്യം. ആ ചൈതന്യം സർവത്ര ഇരിക്കുകയല്ലേ. ഇപ്പോൾ ഈ അധിഷ്ഠാനത്തിൽ ഈ അന്തര്യാമി എന്ന് പറയുന്നതിനും അധിഷ്ഠാനം, അതിന് പഞ്ചദശിയിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. ആദിത്യ ദീപിതേ ബുദ്ധിയെ ദർപ്പണാദിത്യ ദീപ്തിവൻ. അപ്പം സൂര്യപ്രകാശം ഉണ്ട് അവിടെ ഓൾറെഡി. അവിടെയാണ് ഒരു കണ്ണാടിയിലെ ഒരു പ്രതിബിംബക്കൂടെ വന്നത്. അപ്പോൾ പ്രതിബിംബം നമുക്ക് വിശേഷമായിട്ടാണ്. വാസ്തവത്തിൽ അവിടെ അധിഷ്ഠാനമായിട്ട് ആ ചൈതന്യം, ആ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇത് വരത്തില്ലല്ലോ. സൂര്യപ്രകാശം ഉണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ ആ സ്ഥാനത്തുള്ളതാണ് അധിഷ്ഠാന ചൈതന്യം. പ്രതിബിംബിച്ച ചൈതന്യത്തിനടുത്തുള്ള അതാണ് പിന്നെ ഈ അന്തര്യാമി. ആ അന്തര്യാമിയാണ് ജീവൻ. നമ്മുടെ അന്ധക്കരണ വിശിഷ്ട ചൈതന്യം ജീവനും, അന്ധക്കരണ ഉപഹിത ചൈതന്യം ബ്രഹ്മവും. വിശിഷ്ട ചൈതന്യമാണ് നമ്മൾ ഈ വിജ്ഞാനമയനായിട്ട് ഓരോന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനമയൻ എപ്പോഴും പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നത്, അകത്തോട്ട് നോക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വെളിയിലത്തെ മാത്രം അറിയുന്നു. അന്തര്യാമി എന്ന് പറയുമ്പോൾ ജീവൻ എന്നുള്ള സംജ്ഞയാണോ? ജീവൻ എന്ന് പറയുമ്പോൾ അന്തര്യാമി ഉള്ളത് കൊണ്ടല്ലേ ജീവനുണ്ടാകും. അന്തര്യാമി ഉപാധിയും കൂടെ, ഉപാധിയിൽ തന്നെ ആ പ്രതിബിംബിത ചൈതന്യവും അതിൻ്റെ അധിഷ്ഠാനവുമില്ലേ, ചൈതന്യവും അധിഷ്ഠാനവുമില്ലേ. അപ്പോൾ ആ ചൈതന്യം എന്ന് പറയുന്നത് ജീവൻ. ചൈതന്യവും അല്ല, ഈ അന്തര്യാമി ഉണ്ടാകാൻ കാരണം ഈ ഉപാധിയില്ല. ഇല്ലെങ്കിൽ കേവല ചൈതന്യമായിട്ടിരിക്കുകയുള്ളൂ, ഉപാധിയില്ലെങ്കിൽ. അപ്പോൾ അവിടെ അധിഷ്ഠാനമുണ്ട്, പ്രതിബിംബിത ചൈതന്യമുണ്ട്, അതിനുള്ള ഉപാധിയുണ്ട്, പ്രതിബിംബം ഉണ്ടാകാനുള്ള ഉപാധിയുണ്ട്. അപ്പോൾ ചൈതന്യം അന്തര്യാമി. എന്തുകൊണ്ട് അന്തര്യാമി എന്ന് പറയുന്നതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെ? വ്യഷ്ടിയിൽ അധിഷ്ഠാന ചൈതന്യം എന്ന് പറയപ്പെട്ടു. കൂടസ്ഥൻ എന്ന് പറയുമ്പോൾ ആ പിന്നെ ഉപാധിയോട് കൂടിയായിരിക്കും. ഈ നമ്മുടെ അന്ധകരണോപാധിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അത് സാക്ഷി എന്ന് പറയുമ്പം സാക്ഷാരീക്ഷത, നേരിട്ട് കാണുക. നേരിട്ട് കാണണമെങ്കിൽ ഈ ചൈതന്യവും വേണം, കാണാനും സംഗതിയും വേണ്ടേ, സാക്ഷ്യവും വേണ്ടേ. അപ്പോൾ ആ സാക്ഷ്യത്തോട് കൂടിയിരിക്കുമ്പോഴാണ് കൂടസ്ഥ സാക്ഷി. സാക്ഷിക്ക് അനക്കമില്ല.
പക്ഷേ സാക്ഷ്യം ശരിയല്ല, സാക്ഷ്യം സത്യമല്ല എന്നറിയുമ്പോഴാണ് ചൈതന്യം മാത്രമാകുന്നത്. നമ്മൾ ടീച്ചർ പറഞ്ഞല്ലേ നേതി നേതി എന്നേ പറയാൻ പറ്റും. അപ്പോൾ ഈ കൂടസ്ഥൻ എന്ന് പറയുന്നതൊക്കെ അത് നേതി നേതി. കൂടസ്ഥൻ എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ കൂടം ഉണ്ടായിട്ടല്ലേ എല്ലാ ഉപാധി ഉള്ളപ്പോഴുള്ള ഉപാധി ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. എങ്ങനെയാണ് അദ്വൈത ഭാഷ ചോദ്യം നാസ്തി നാപതോത്തരം. അപ്പോൾ അങ്ങനെ സ്ഥിമിത ഗംഭീരം എന്നാണ് ഉപദേശിച്ച് പറയുന്നത്. ആ ഒരവസ്ഥയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ചോദ്യമില്ല, ഉത്തരവില്ല, പറച്ചിലൊന്നുമില്ല, മഹിമയിലൊന്നും. അവിടെയും അങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു ഉപാധിയുണ്ട്. ആ ഉപാധി പോകണമെങ്കിൽ ഈ ശരീരം പതിക്കണം. ശരീരം പതിക്കുമ്പോൾ ഒരു ജ്ഞാനിയുടെ പ്രാണന്മാർ മിക്കവാറും ഈ ഈശ്വരനിലായിരിക്കും അവരുടെ മനസ്സ് മിക്കവാറും അങ്ങനെയല്ലേ ഇരിക്കുന്നത്. അവരെപ്പോഴും ഈശ്വരാഭിമുഖമായിരിക്കും അവരുടെ അന്ധകരണ വൃത്തികളെല്ലാം. പിന്നെ സ്ഥൂല ശരീരമാണല്ലോ. സ്ഥൂല ശരീരം പതിച്ചു പോകുമ്പോൾ ആ ഒരു പൂർണ്ണമായിട്ട് ആ ഉപാധി നശിച്ച് അവർ ആ ഭാവി പരമവിജയിക്കുന്നു. അതിനുള്ള ആദ്യം കർമ്മത്തെ എടുത്ത് കാണിച്ചു. കർമ്മം കൊണ്ട് എന്താഗ്രഹിക്കുന്നു അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഈ സാധാരണ ഉള്ള യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളിന് പുണ്യലോകങ്ങൾ കിട്ടും. കാട്ടിലൊക്കെ പോയി തപസ് ചെയ്യുന്ന ആളിന് ബ്രഹ്മലോകം കിട്ടും എന്ന്. ഇപ്പോൾ ഒരാൾ നോക്കിയപ്പം ബ്രഹ്മലോകവും പിന്നെ അവിടെ ഒത്തിരി കാലം ഇങ്ങനെ ജീവിക്കണം. കർമ്മലോകമാണെങ്കിൽ പുണ്യലോകം കിട്ടിയാൽ അവിടെ തിരിച്ച് താഴോട്ട് വരും പുണ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത് രണ്ടും വേണ്ട. രണ്ടും ഇല്ലാതെ പൂർണ്ണമായ ഒരു ശാന്തി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച ആളാണ് ഗുരുവിനെ പ്രാർത്ഥിച്ച. അതായത് ഗുരുമേവ ആഭിഗച്ഛേത്. അവരെ ഗുരുവിനെ തന്നെ പ്രാപിക്കണം എന്നാണ്. അവിടെ ചെന്ന് തസ്മൈ ഹോവാച അദ്ദേഹത്തോട് പറഞ്ഞു, വിധിരത ഉപസന്നായ തസ്മൈ തസ്മൈ സവിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ അക്ഷരം പുരുഷം വേദസത്യം തന്നെ വിധിപൂർവം ആശ്രയിച്ച പ്രസദിച്ച ആ ശിഷ്യന് അത് പ്രശാന്തചിത്തനായിരുന്നു. പ്രശാന്തചിത്തായ ശമാന്വിതായ ശമാധി ഗുണങ്ങളുള്ളവനുണ്ട്. പ്രശാന്തചിത്തനും ശമാധമാതി സാധനാസമ്പത്തുമുള്ള ആളിന് ഈ ബ്രഹ്മത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ആചാര്യൻ പറഞ്ഞു കൊടുത്തു. ഏത് ആചാര്യനാണോ പറഞ്ഞു കൊടുത്തത്? ഏത് ആചാര്യനാണ് ഈ പറയുന്നത്? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ആചാര്യനാണ്? അല്ല, വിപ്രാതം കഴിഞ്ഞ നിമിഷത്തിലില്ലായിരുന്നു. ശൗനകോ ഭഗവൈ മഹാശാലോ വിധിവത് ഉപസന്നപ്പോ ആരായിരുന്നു അതാണ് ഭാരദ്വാജനാണ്. ഭാരദ്വാജനോടാണ് ശൗനകൻ കുഞ്ഞു ചോദിക്കുന്നത്. ഭാരദ്വാജനാണ് ഇതെല്ലാം പറയുന്നത്. ഭാരദ്വാജ മഹർഷി. ഭാരദ്വാജൻ അങ്കിരസാണ് പറയുന്നത്. അങ്കിരസിന് പറഞ്ഞു. അങ്കിരസാണ് പറയുന്നത്. അങ്കിരസിനെയാണ് ശൗനകൻ ഉപസദിക്കുന്നത്. ശൗനകനോട് അങ്കിരസ് പറയുന്നതാണ്, കർമ്മങ്ങളൊക്കെ ചെയ്താൽ ശരിയായ ശാന്തിയും ഒരു സ്ഥിരമായ ഒരു സ്ഥാനവും ലഭിക്കുന്നില്ല. സ്ഥിരമായ ഒരു പദം ലഭിക്കണമെങ്കിൽ അതിൻ്റെ വഴിയാണ് ദ്വിതീയ മുണ്ടകത്തിൽ പറയുന്നത്. സത്യം ശ്രുതി നമ്മൾ നോക്കുമ്പോൾ ഈ അനേക ജീവജാലങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതും സ്ഥിരങ്ങളും അസ്ഥിരങ്ങളുമായ എല്ലാ സാധനങ്ങളും ഇതൊക്കെ എവിടുന്ന് വന്നു എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാം മുണ്ടകത്തിലെ ഇതൊക്കെ എവിടെ നിന്നാണ്? അതാണ് നമ്മൾ
ഈ അക്ഷരനെ കുറിച്ച് പറഞ്ഞല്ലോ. അക്ഷരനിൽ ആകാശം, അവ്യാകൃതമായ ആകാശം, അതായത് ആ പ്രാണൻ അല്പം പോലും വ്യാപരിക്കാതെ ഇരിക്കുന്ന ആ ഒരവസ്ഥ, അവിടെ നിന്നും തീക്കുണ്ടത്തിൽ നിന്ന് തീപ്പൊരി വരുന്ന പോലെ ഇങ്ങനെ കുറേ ജീവന്മാരുണ്ടായി. അപ്പോൾ അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണല്ലോ ഇതിൻ്റെ മൂലം എന്ന് പറയുന്നത് ഈ അക്ഷരനാണ്. ഈ അക്ഷരനിൽ നിന്നാണ് ഈ പ്രപഞ്ചം സ്ഥൂലവും സൂക്ഷ്മവും ആയ എല്ലാ സംഗതികളും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ അക്ഷരനാണോ സത്യം എന്നൊരു ചോദ്യം. അക്ഷരനല്ല സത്യം. അക്ഷരാത് പരതപരഃ, അക്ഷരനേക്കാൾ പരനായ ശ്രേഷ്ഠമായ ഒരു തത്വമുണ്ട്. അതാണ് ദിവ്യോ ഹ്യമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹ്യജഃ അപ്രാണോ ഹ്യമനാഹ ശുഭ്രോ ഹ്യക്ഷരാൽ പരതപരഃ. പരത അക്ഷരാത് പരഃ. ഈ അക്ഷരനേക്കാളും ശ്രേഷ്ഠമായി അക്ഷരനും ചേതനത്വം കൊടുത്തുകൊണ്ട് അതിനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ശക്തിയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വസ്തുവുണ്ട്. അതിനെ അറിയാൻ പറ്റും. അതിനെ എല്ലാ വസ്തുവിനും വ്യാപകമാണോ? പക്ഷേ അവിടെ ഒരു നമ്മൾ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും എങ്ങനെങ്കിലും അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് സകല അന്ധകരണ വൃത്തികളും അടങ്ങുമ്പോൾ ആ അന്ധകരണം ഈ തത്വവുമായിട്ട് കൂടിച്ചേരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സമാനാധികരണത്തിലാകുന്നു. അപ്പോൾ അതിന് ഈ നല്ല തപസ് വേണം, നല്ല അതിസൂക്ഷ്മമായ ബുദ്ധിയുണ്ട്. എല്ലാം അടങ്ങുമ്പോൾ അന്ധകരണം പൂർണ്ണമായിട്ട് നിശ്ചലമാകുമ്പോൾ എന്താണ് അവിടെ പ്രകാശിക്കുന്നത്, ആ അന്ധകരണത്തിൽ എന്താണ് പ്രകാശിക്കുന്നത് എന്ന് ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നറിയാം, പക്ഷേ അതായിട്ട് തീരാൻ അത് ഈ ശരീരം പോകുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. ശരീരം ഉള്ളപ്പോഴും എനിക്കത് മാത്രമേ ഉള്ളൂ. സത്യം അതാണ്. ദിവ്യോ ഹ്യമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹ്യജഃ അപ്രാണോ ഹ്യമനാ ശുഭ്രോ ഹ്യക്ഷരാത് പരതപരഃ. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃസർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥ്വീ വിശ്വസ്യ ധാരിണി. ഇത് നമ്മൾ പറഞ്ഞത്. ഏതസ്മാജ്ജായതേ പ്രാണഃ, യാതൊന്നാണോ ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത് ആ പ്രാണൻ ഇതിൽ നിന്ന്, ഈ അക്ഷരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മനഃ അന്ധകരണവും സർവേന്ദ്രിയാണി എല്ലാ ഇന്ദ്രിയങ്ങളും, ഇത്രയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. മനസ്സും ഇന്ദ്രിയങ്ങളും ഈ പ്രാണനും എല്ലാം ചേർന്ന സൂക്ഷ്മ ശരീരം. ഖം വായുജ്യോതിരാപ പൃഥ്വി വിശ്വസ്യ ധാരിണി. ഈ ഈ സൂക്ഷ്മ ശരീരം ഇരിക്കാനൊരു സ്ഥൂല ശരീരം വേണം. അതിന് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി ഇവയും ഈ സ്ഥൂല ശരീരത്തിനും വിഷയങ്ങൾക്കും കാരണം ഇത് തന്നെയാണ്. നമ്മൾ വിഷയങ്ങളെ അറിയുന്നത് സ്ഥൂല വിഷയങ്ങളല്ലേ. അപ്പോൾ സ്ഥൂല വിഷയങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ സ്ഥൂല ശരീരവും സ്ഥൂല വിഷയങ്ങളും ഈ ജീവിതത്തിൻ്റെ ഈ അന്ധകരണ ജീവന് ഇരുന്ന് വ്യാപാരം ചെയ്യാനുള്ള എല്ലാ സംഗതികളും, അതായത് ശരീരവും ഈ സ്ഥൂല പ്രപഞ്ചവും എല്ലാം തന്നെ ഈ അക്ഷരനിൽ നിന്നും ഉണ്ടായതാണ്. തസ്മാദഗ്നിസ്സമിധോ യസ്യ സൂര്യ സോമാൽപർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻരേതസിന്ധ്യതിയൂഷിതായാം ബഹുവേ പ്രജാ പുരുഷാൽ സംപ്രസൂതാഃ. ഈ ജീവനുള്ള വസ്തുക്കൾ തന്നെ 4 തരം ജീവന്മാരെ നമ്മൾ പറയുന്നു. അഗ്നിർമൂർധ, അത് നമ്മൾ പറഞ്ഞ് ഇവിടം വരെ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞു നമ്മൾ പുരുഷാൽ സംപ്രസൂതാഃ വരെ പറഞ്ഞു. അഗ്നിർമൂർധ, അതായത് ഈ പ്രപഞ്ചത്തെ തന്നെ ആ അക്ഷരൻ്റെ ശരീരമായിട്ട് സങ്കല്പിച്ചു. ഇത് മുഴുവൻ അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിലെ സമഷ്ടി ശരീരം ഈ വിശ്വം ഈ തപോവനസ്വാമികൾ പറയുന്ന ഈശ്വരനൊരു ശരീരം ഉണ്ടല്ലോ, അത് അത് ഈ സ്ഥൂല പ്രപഞ്ചമാണ്. സ്ഥൂല ശരീരം ഭഗവാന്റെ സ്ഥൂല പ്രപഞ്ചമാണ്. അപ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂല ശരീരമാണെങ്കിൽ അതിലെ കണ്ണെവിടെ ഇരിക്കുന്നു?
ചെവി എവിടെ ഇരിക്കും, ഓരോ ഇന്ദ്രിയവും എവിടെ ഇരിക്കുന്നു, മൂർധാവ് എവിടെയാണ് എന്ന് പറയുന്നത്. അഗ്നിർമൂർധ, ദുലോകമാണ് മൂർധാവ്. അഗ്നി എന്ന് പറയുന്നത് ദുലോകം. ചക്ഷുഷീ ചന്ദ്രസൂര്യവും ദിശശ്രോത്രേ വാഗ് വിവൃതാശ്ച വേദ. വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കാണ്. വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വീഹേഷ സർവഭൂതാന്തരാത്മ. എല്ലാറ്റിലും അന്തരാത്മാവായിട്ടിരിക്കുന്നു ഈ സ്ഥൂല ശരീരം തന്നെ. ഈ സ്ഥൂല പ്രപഞ്ചം തന്നെയാണ് ആ അക്ഷരൻ്റെ സ്ഥൂല ശരീരം. ഇനി ഇവിടെ എങ്ങനെ ഇത് വർദ്ധിക്കുന്നു, ഈ പ്രജകൾ വർദ്ധിക്കുന്നുണ്ടല്ലോ, എങ്ങനെ വർദ്ധിക്കുന്നു? ഇത് പഞ്ചാഗ്നി വിദ്യയാണ്, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് ഛാന്തോഗ്യോപനിഷത്തിൽ. തസ്മാദഗ്നി സമിധോ വയസ്യ സൂര്യ സോമാൽപർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻ രേതസ്സിഞ്ചതി യോഷിതായാം ബഹുവീ പ്രജാ പുരുഷാൽ സംപ്രസൂതാഃ. പഞ്ചാഗ്നി എന്ന് പറയുന്ന 5 അഗ്നികൾ. 5 അഗ്നി. ഒന്ന് ഈ ദ്യുലോകം, ആകാശ, ഈ സകല സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ള ജ്യോതിസുള്ള പ്രകാശിക്കുന്ന ഗോളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആ ദ്യുലോകം. ആ ദ്യുലോകമാണ് ഭഗവാന്റെ ശിരസ്. അതാണ് ഒരു അഗ്നി. ആ അഗ്നിയിൽ നിന്നും സമിധോയി, അവിടെ സമിത്തുണ്ട്. ഈ അഗ്നിക്ക് സമിത്ത് വേണമല്ലോ. അഗ്നി ഈ ദ്യുലോകത്തിൻ്റെ സമിത്ത് എന്ന് പറയുന്നത് സൂര്യനാകുന്നു. സൂര്യൻ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നുണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നത്. ചന്ദ്രനും പ്രകാശിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചന്ദ്രൻ സൂര്യനെ കൊണ്ടാണല്ലോ പ്രകാശിക്കുന്നത്. ബാക്കി എല്ലാം സൂര്യനെ കൊണ്ടാണല്ലോ പ്രകാശിക്കുന്നത്. അങ്ങനെ സൂര്യൻ സമിത്തായിരിക്കുന്ന ദ്യുലോകം, അത് ആദ്യത്തെ അഗ്നി. സോമാൽ പർജന്യ, സോമൻ എന്ന് പറയുന്നത് ഈ സൂര്യനെ കൊണ്ടാണല്ലോ സോമനും ഉണ്ടായിരിക്കും, ചന്ദ്രനും ഉണ്ടായിരിക്കും. ആ ചന്ദ്രനിൽ നിന്നും പർജന്യ, മേഘം ഉണ്ടാകും. മേഘത്തിൽ നിന്നും മഴയുണ്ടാകുന്നു. അപ്പോൾ ഈ ജീവൻ ദ്യുലോകത്തിൽ വന്നിട്ട് അയാളുടെ കർമ്മഫലമായിട്ട് ഇത് എവിടെ ജീവൻ ആദ്യം പറഞ്ഞിട്ടില്ല, അനാദിയാണ് ജീവൻ എപ്പോൾ ഉണ്ടായി എന്ന് ആർക്കും പറയാൻ പറ്റും. അപ്പോൾ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടായി എന്ന് നമ്മൾ സമ്മതിച്ചു എന്നില്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്ന് സമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അനാദി എന്ന് പറഞ്ഞു. അപ്പോൾ സമിത്താണ് സോമാൽ പർജന്യ. പർജന്യൻ മേഘം ഉണ്ടായി. മേഘത്തിൽ നിന്നും മഴയുണ്ടായിട്ട് ഓഷധയ, ധാരാളം സസ്യങ്ങളുണ്ടായി. പൃഥ്വിയിൽ ധാരാളം ഈ മഴ പൃഥ്വിയിൽ പതിച്ചിട്ട് ധാരാളം സസ്യങ്ങളുണ്ടായി. പുമാൻ രേതസ്സിഞ്ചതി യോഷിതായ, ഈ ഓഷധികളൊക്കെ കഴിച്ച് പുരുഷന് ആരോഗ്യം വയ്ക്കുന്നു. അവിടുന്ന് രേതസ്സിനെ സേചനം ചെയ്യുന്നു. ബഹുവീ പ്രജ പുരുഷാദ സംപ്രസൂതാഃ. അപ്പോൾ ഈ അക്ഷരപുരുഷനിൽ നിന്നും ഇപ്രകാരത്തിലാണ് പ്രജകൾ ഉണ്ടാകുന്നത്. 5 അഗ്നി പറഞ്ഞു. ദ്യുലോകം എന്ന ആദ്യത്തെ അഗ്നി, പിന്നെ പർജന്യൻ രണ്ടാമത്തെ അഗ്നി, മൂന്നാമത്തെ അഗ്നി ഓഷധികൾ, അത് ആഹാരം കഴിക്കുന്നു പുരുഷൻ, പിന്നെ 5ാമത്തെ അഗ്നി യോഷിത്, സ്ത്രീ. ഇങ്ങനെ 5 അഗ്നികളിൽ കൂടെ തസ്മാൽ ഈ പുരുഷനിൽ നിന്നും ഈ 5 മാർഗമായിട്ട് പ്രജകൾ ഭൂമിയിൽ വരുന്നു. പുരുഷൻ, അതെ, ഈ ജീവൻ, ആ ജീവൻ ഈ ദുലോകത്തിൽ വന്നിട്ട് ആ ജീവനല്ലേ ഇവിടെ വരുന്നു, പർജന്യന് വരുന്നു. പർജന്യനിൽ നിന്നും ഈ ഓഷധികളിൽ വരുന്നത് ഈ ജീവൻ തന്നെയാണ്. ഈ ജീവനാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഇതിൻ്റെ അകത്തും ഓരോ ജീവന്മാരുണ്ടായിരിക്കും. അത് പറയാനൊക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേ ആ ജീവൻ കഴിച്ച് ആ കഴിക്കുന്നതിൽ തന്നെ എത്രയാണ് വളരെ, അതിലാണ് ഈ വൈരാഗ്യം പറയുന്നത്. ഇപ്പോൾ എത്രയോ വഴി കൂടെ ചുറ്റിക്കറങ്ങി ഇനി ഒരു വിധത്തിൽ ഭൂമി വന്നാൽ തന്നെ വല്ല വാറപ്പുറത്തോ വല്ലതും ആണെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും. വല്ല വെള്ളത്തിലാണെങ്കിൽ വല്ല മീനും ഒക്കെ കഴിച്ചിട്ട്, അപ്പോൾ മീനായിട്ടായിരിക്കും അടുത്ത ജന്മം, മനുഷ്യനായിട്ടായിരിക്കത്തില്ല.
അങ്ങനെ വളരെ പുണ്യം വരുമ്പം അത് പുരുഷനിൽ വന്നിട്ട് അവിടുന്ന് സ്ത്രീയിൽ വന്നിട്ട് അത് ജനിക്കും. ഇപ്പം വളരെ കറങ്ങുന്നുണ്ട്. ഈ കറക്കമൊന്നും ഇല്ലാതെ നേരെ ഇത് പഠിച്ച് ഇങ്ങോട്ട് വാന്നാണ് വന്നിട്ട് പറയുന്നത്. തസ്മാത് ചസാമ യജുംഷി ദീക്ഷ യജ്ഞാശ്ച സർവേ ക്രതോ ദക്ഷിണാശ്ച സംവത്സരശ്ച യജമാനശ്ച ലോകാഃ സോമോ യത്ര ഭവതി യത്ര സൂര്യഃ. ഇവിടെ നിന്നല്ല നമുക്ക് പറയാനുള്ളത്, ബാക്കി വരെ പറഞ്ഞു. തസ്മാദിച സാമ യജുംഷി ദീക്ഷ യജ്ഞാശ്ച സർവേ ക്രതവോ ദക്ഷിണാശ്ച സംവത്സരശ്ച യജമാനശ്ച ലോകാഃ സോമോ യത്ര ഭവതി യത്ര സൂര്യഃ. തസ്മാത് ഋചഃ സാമ യജുംഷി ദീക്ഷ യജ്ഞാഃ ച സർവേ ക്രതവഃ ദക്ഷിണാഃ ച സംവത്സരഃ ച യജമാനഃ ച ലോകാഃ സോമഃ യത്ര ഭവതി യത്ര സൂര്യഃ. തസ്മാത് ആ അക്ഷരത്തിൽ നിന്നും ഋചഃ ഇർക്കുകൾ, അതായത് വേദത്തിലെ ഇർക്കുകൾ എന്ന് പറയുന്ന ഛന്ദസ്സിലുള്ള മന്ത്രങ്ങളാണ്. ഒരു വൃത്തനിബദ്ധമായ മന്ത്രങ്ങളാണ്. ഛന്തോനിബദ്ധം എന്ന് പറയും. ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഇർക്കുകൾ. സാമം പാടുക നമ്മൾ പറയുന്നത്. സാമത്തിലെ ഓങ്കാരമൊക്കെ ഇങ്ങനെ അത് ഗാനാത്മകമാണ് സാമം. യജുംഷി അത് ഗദ്യാത്മകമാണ്. യജുസുകൾ. അപ്പം ഇർക്കുകൾ, സാമങ്ങൾ, യജുസ്സുകൾ, അതായത് ഈ വേദങ്ങളൊക്കെ തന്നെ എങ്ങനെ വിധി നിഷേധങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതും ആ കർമ്മങ്ങൾ ചെയ്ത് ഒരു ശങ്കരാചാര്യരുടെ പറഞ്ഞിട്ടില്ലേ, കർമ്മങ്ങൾ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ? കർമ്മം ചെയ്തോണം എന്നല്ല അതിനർത്ഥം. അപ്പോൾ ഒരാൾക്ക് കർമ്മം ചെയ്ത് ഇന്നതിനൊക്കെ അനുഭവിക്കുകയേ പറ്റുള്ളെങ്കിൽ ഒരു അശാസ്ത്രീയമായിട്ട് ചെയ്യാതെ ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വേദത്തിൽ കർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പം അതിന് ദീക്ഷ എടുക്കണം. ഇപ്പോൾ ഉപനിഷത്ത് പഠിക്കണമെങ്കിൽ വേദങ്ങൾ പഠിക്കണമെങ്കിൽ ദീക്ഷ എടുക്കാറുണ്ട്. അവരൊരു ബ്രഹ്മചര്യ ദീക്ഷ എടുത്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ അതിൻ്റെ വെറും ഒരു സപ്താഹം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ദീക്ഷയുണ്ട്. അവരിങ്ങനെ ഈ അല്ല, ദീക്ഷ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. എന്താ പ്രസരണമെന്നല്ല, ഈ പിന്നെ ദർഭം ഉണ്ട്, ഒരു മോതിരം പോലെ ഇങ്ങനെ കെട്ടി. എന്താണ് അതിൻ്റെ പേര്? അങ്ങനെ പവിത്രം കിട്ടും. അപ്പോൾ അതൊരു ദീക്ഷയാണ്, അത് കെട്ടാനുള്ള. അതുപോലെ ഈ മൗർവി ബന്ധം എന്ന് പറയുന്ന ബ്രഹ്മചരി, ഒരു കുട്ടിയെ ബ്രഹ്മചരിയൊക്കെ മൗർവി ഇതൊക്കെ ചെല്ലുമ്പോൾ ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലിയാണല്ലോ ഈ ഇപ്പോൾ ഇതൊക്കെ നടത്തുന്നത്. അപ്പം ഇങ്ങനെ ഈ ഉപനയനം ചെയ്യും. അത് പൂണൂലിട്. മറുവി ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിൻ്റെ മുഞ്ചപ്പുല്ലിൻ്റെ വിഷീക കൊണ്ട് ഇങ്ങനെ അരഞ്ഞാണം പോലെ കിട്ടും. ഇങ്ങനെ ഒരുപാട് ദീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ദീക്ഷ എന്ന് പറയുന്നത് നമ്മളൊരു വ്രതം, ഇന്നതിനായിട്ട് ഞാൻ ഇന്നതിന് ഒരുങ്ങുന്നു എന്ന് പറയുന്ന അതാണ് പിന്നെ ദീക്ഷ. ഞാനതിന് ദീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചാതുർമാസം ദീക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദീക്ഷ ഓരോ യജ്ഞം ചെയ്യുവാനായിട്ട് എടുക്കുന്ന വ്രതം. യജ്ഞാഹ, പിന്നെ അനേക യജ്ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യജ്ഞ സർവേ ക്രതവഃ. യജ്ഞം തന്നെയാണ്. ഈ യൂപമുള്ളത് ക്രതുവും അല്ലാത്തത് യജ്ഞവുമാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ കർമാധീനം പഠിച്ചിട്ടില്ല. യൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ കൊടി കെട്ടുപോയില്ലേ, ഓരോന്ന് തുടങ്ങുമ്പോൾ ക്രതവോ ദക്ഷിണാശ്ച, ദക്ഷിണകൾ. ഈ കർമ്മം ചെയ്ത് കഴിയുമ്പം യജമാന് ചെയ്യുന്ന ആളിന് ദക്ഷിണ കൊടുക്കണം. ആ ദക്ഷിണ എന്തുമാകാം. ഏറ്റവും ചെറിയൊരു രൂപ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ സർവ്വവേദസന്ധതവും എന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുക്കാം. ഇങ്ങനെ ദക്ഷിണ കൊടുക്കാം, എന്തെങ്കിലും കൊടുത്തിരിക്കണം. ദക്ഷിണാശ്ച സംവത്സരശ്ച. അപ്പോൾ ഈ യജ്ഞം ചെയ്യുമ്പോൾ ഒരു സമയമുണ്ടല്ലോ, ആ യജ്ഞ സമയം
സംവത്സരശ്ച അതിൻ്റെ കാലവും, യജമാനശ്ച യജമാനൻ ആരാണോ ഇതിന് ധനം മുടക്കുന്നവരാണ് യജമാനൻ. യജമാനശ്ച ലോകാഹ ഇതെല്ലാം ചെയ്താൽ എന്താ ഇവർക്ക് കിട്ടുന്നത്? ലോക അനേക ലോകങ്ങൾ കിട്ടും. എന്ത് കർമ്മമാണോ ചെയ്തത് അതിനനുസരിച്ചൊരു ലോകം കിട്ടും. ഈ ലോകങ്ങൾ ഏതൊക്കെയാണ്? സോമോ എത്ര ഭവതി എവിടെയാണ് ചന്ദ്രൻ ഇതിനെ ഏത് ലോകത്തെയാണോ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ലോകം ഏതാണ്? ദക്ഷിണായനമാണ്. ദക്ഷിണായനം കൊണ്ട് ഈ പുണ്യലോകങ്ങളാണ് കിട്ടുന്നത്. എത്ര സൂര്യഃ ഭവതി സൂര്യൻ എവിടെയാണോ പവിത്രമാക്കുന്നത് ആ ലോകം, അതായത് ഉത്തരായന ലോകം. ഉത്തരായന ഗതിയിൽ കൂടി ചെല്ലുന്ന ലോകം, പ്രാപിക്കുന്ന ലോകം, ആ ലോകം ബ്രഹ്മലോകമാണ്. അപ്പം ബ്രഹ്മലോകമോ മറ്റ് ദേവതാലോകങ്ങളോ കിട്ടും ഇവർക്ക്. അതാണ് കർമ്മത്തിൻ്റെ ഫലം. ഇതും ആ അക്ഷരനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. തസ്മാദിച്ച സാമ യജുംഷി ദീക്ഷ യജ്ഞാശ്ച സർവേ ക്രതവോ ദക്ഷിണാശ്ച സംവത്സരശ്ച യജമാനശ്ച ലോകാഃ സോമോ യത്ര ഭവതി യത്ര സൂര്യഃ തസ്മാത് പുരുഷാത്. തസ്മാത് പുരുഷാത് അത് അക്ഷരനിൽ നിന്നും ഋച്ചഃ. ഞങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ ഇന്നത്തെ കേട്ടോ. പുസ്തകമില്ലേ? ഇതിലൊരു പഴയ പുസ്തകം ഉണ്ടായിരുന്നു. ഋച്ചഃ തസ്മാത് പുരുഷാത് ആ അക്ഷരപുരുഷനിൽ നിന്നും ഋച്ചഃ ഇർക്കുകളുണ്ടായി. നിയതാക്ഷരപാദാവസാനം ഇത്ര അക്ഷരം. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ വൃത്തം നിബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഇത്ര അക്ഷരം, ഇത്ര ഒരു പാദത്തിൽ ഇത്ര അക്ഷരം, അത് ഇന്ന ഗണം വേണമെന്നൊക്കെ നിയമമുണ്ടല്ലോ. അങ്ങനെ നിയമം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഛന്ദസ് ഈ പിന്നെ വൈദിക ഛന്ദസ്സുകൾ ഗായത്രി, ബൃഹതി, ഇങ്ങനെ ഒത്തിരി എണ്ണത്തിനൊക്കെ പന്തി, അനുഷ്ടുപ്പ് വരെയുള്ളത് വൈദിക വൃത്തങ്ങളാണ്. പാദാവസാന ഗായത്രിയാദി ഛന്ദോവിശിഷ്ട മന്ത്രാഹ അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് വൃക്കുകൾ. സാമ പാഞ്ചഭക്തികം ച സാപ്തഭക്തികം ച സ്തോഭാദി ഗീതവിശിഷ്ട. അപ്പം പാഞ്ചഭക്തികമായിട്ടും പാഞ്ചഭക്തി 5 ഭാഗങ്ങളോട് 5 അംഗങ്ങളോടുകൂടി അല്ലെങ്കിൽ 7 അംഗങ്ങളോടുകൂടി. അതിപ്പോൾ ഇതങ്ങോട്ട് ഒരു എണ്ണം അങ്ങോട്ട് തുടങ്ങുമ്പം അതിനെ തുടങ്ങുന്നു എന്ന് കാണിക്കണമല്ലോ. ആ സാമം മന്ത്രങ്ങൾ അങ്ങനെ വേണം. അത് തുടങ്ങുമ്പോൾ അതിന് ഹിങ്കാരം എന്നാണ്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി തുടങ്ങാനുള്ളൊരു പ്രത്യേക ശബ്ദം അവരുണ്ട്. അത് ഒരു മന്ത്രാത്മകമായിരിക്കും ഹിങ്കാരം. അതുപോലെ പിന്നെ പ്രസ്താവം, ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രസ്താവം, ഉദ്ഗീതം. അവിടെയാണ് ഓങ്കാര ഉദ്ഗീത ഉപാസീത എന്നുള്ള ഉപയോഗിച്ചത്. ഉദ്ഗീത അത് സാമ ഗാനം പാടുക. പിന്നെ പതുക്കെ പിൻവലിക്കുക, പ്രതികാരം. പിന്നെ തീർന്നു നിധനം. പിന്നെ എൻ്റെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെ 5 അംഗങ്ങളോടുകൂടി. പിന്നെ 2 എണ്ണം കൂടെ ആവാം. അതായത് ഈ അതിനർത്ഥം പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് ഹും ഫട്ട് നമ്മൾ പൂജയ്ക്കൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഹും ഫട്ട് എന്നില്ല, ഈ ദേശബന്ധനം ചെയ്യും, ദിഗ്ബന്ധം. ഹും ഫട്ട് അതിനർത്ഥം പ്രത്യേകിച്ചൊന്നുമില്ല. അതും കൂടെ ചൊല്ലുവാണെങ്കിൽ 7 അംഗങ്ങളാകും. അതിന് സാപ്തഭക്തി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ് സാമമന്ത്രങ്ങൾ. 5 അംഗങ്ങളോടുകൂടിയതും 7 അംഗങ്ങളോടുകൂടിയതും ഉണ്ട്. ദീക്ഷ മൗഞ്ച്യാദി ലക്ഷണ കർത്തൃനിയമവിശേഷാഃ. ഈ യജ്ഞം ചെയ്യുമ്പം കർത്താവ് ചെയ്യേണ്ട വിശേഷ കാര്യങ്ങളുണ്ട്. ഈ മൗഞ്ച്യാബന്ധത്തിൽ ഇതിങ്ങനെ കൊള്ളുക, ഈ ഇതിൻ്റെ മുഞ്ചപ്പുല്ലിൻ്റെ ഈശീക കൊണ്ടുള്ള അരഞ്ഞാണം കെട്ടുക, ഇങ്ങനെ ഉള്ള നിയമങ്ങളാണ് ദീക്ഷ. നിയമങ്ങൾ ഇത് കെട്ടുക എന്ന് മാത്രമല്ല, ഇതിനായിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്ന വ്രതം ദീക്ഷിക്കുന്നു എന്നുള്ളതാണ് ദീക്ഷ. കർത്തൃനിയമവിശേഷാഃ. ഈ കർമ്മം ചെയ്യുമ്പം കർത്താവ് അനുസരിക്കേണ്ട വിഷയങ്ങളാണ്, കാര്യങ്ങളാണ് ദീക്ഷ. യജ്ഞാശ്ച സർവേ അഗ്നിഹോത്രാദയഃ.
അപ്പോൾ അഗ്നിഹോത്രമാണ് എപ്പോഴും പറയുന്ന എല്ലാവരും എന്നും ചെയ്യേണ്ടത്, ബ്രാഹ്മണരൊക്കെ എന്നും ചെയ്യേണ്ടതാണ് അഗ്നിഹോത്രം. അതുകൊണ്ടാണ് എല്ലാവരും അഗ്നിഹോത്രം പറയുന്നത്. അഗ്നിഹോത്രാദേഹ ക്രതവഹ സയൂപാഹ, യൂപങ്ങളോടുകൂടിയ യജ്ഞങ്ങളെ ക്രതു എന്ന് പറയുന്നു. ദക്ഷിണാഹ, ദക്ഷിണ എങ്ങനെയാകാം? ഗവാദ്യ അപരിമിത സർവസ്വാന്താഹ, ഒരു പശുവിനെ കൊടുക്കാം, അല്ലെങ്കിൽ സർവസ്വാന്താഹ, എല്ലാം അങ്ങോട്ടങ്ങ് കൊടുക്കാം. സർവവേദസന്തതവും സംവത്സരശ്ച കാല കർമാംഗ, ഈ കർമ്മം ചെയ്യുമ്പോൾ ഉള്ള കാലം അവന് സംവത്സരച്ച്. ഈ യജ്ഞത്തിൻ്റെ അംഗങ്ങളാണ് ഈ പറയുന്നതൊക്കെ. യജമാനശ്ച, യജമാനൻ എന്ന് പറയുന്ന കർത്താവ്. ലോകാഹ തസ്യ കർമ്മഫലഭൂതാസ്തേ വിശേഷ്യന്തേ, അപ്പോൾ കർമ്മഫലം കൊണ്ട് കിട്ടുന്ന ലോകങ്ങൾ അത് ഏതൊക്കെയാണ്? സോമോ യത്ര യേഷു ലോകേഷു പവതേ പുനാതി ലോകാനി. അപ്പോൾ എവിടെയൊക്കെയാണോ ചന്ദ്രൻ പവിത്രമാക്കുന്നത് ആ ലോകങ്ങളും, യേശു സൂര്യസ്തപതി, എവിടെയൊക്കെയാണോ സൂര്യൻ പവിത്രമാക്കുന്നത് ആ ലോകങ്ങളും, അതേ ദക്ഷിണായന ഉത്തരായണ മാർഗദ്വയഗമ്യ വിദ്വത് അവിദ്വത് കർമ്മ ഫലഭൂത കർത്തൃഫലഭൂത. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ലോകം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, വിദ്വൽ അവിദ്വൽ കർത്തൃഫലഭൂത. നമ്മൾ നേരത്തെ പഠിച്ചു, വിദ്യയോടുകൂടി കർമ്മം ചെയ്യുകയാണെങ്കിൽ ഒരു ഫലം, അവിദ്യാവാനായിട്ട് അത് ഈ ഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ ദക്ഷിണായനഗതിയായിരിക്കും. അതേസമയം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കർത്താവിനാരാണ് അതിൻ്റെ അകത്ത് ചൊല്ലുന്നതിന് ഓരോന്നിനും അതിദേവതയെ അറിഞ്ഞിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഉത്തരായനഗതിയുണ്ടാകും. അപ്പം വിദ്വാൻ എന്ന് പറയുന്നത് ഈ ഇതൊക്കെ യജ്ഞം എന്താണ്, യജ്ഞത്തിൻ്റെ ഓരോന്നും എന്തിനെയാണ് കാണിക്കുന്നതെന്നൊക്കെയുള്ള അറിവോടുകൂടി ചെയ്യുന്ന ആളിന് ഉത്തരായനഗതി. അല്ലാതെ വെറുതെ ഈ ഫലത്തിന് വേണ്ടി മാത്രം, ഈ ഭോഗത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ആളിന് ദക്ഷിണായനഗതിയും ലഭിക്കും. അതുകൊണ്ട് ഭവതേ പുനാതി ലോകാൻ എത്ര യേശു സൂര്യസ്തപതി ച ദക്ഷിണായന ഉത്തരായണ മാർഗദ്വയഗമ്യ വിദ്വത് അവിദ്വൽ കർത്തൃ ഫലഭൂത. വിദ്വാൻ കർമ്മം ചെയ്യുന്നതിന് ഒരു ഫലം, അവിദ്വാൻ കർമ്മം അതേ കർമ്മം അവിദ്വാൻ ചെയ്താൽ വേറൊരു ഫലം. കാരണം എന്തിനത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല, അതിക്ക് ആഗ്രഹമാണ് മനസ്സിലിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് ഫലം. തസ്മാത് ച സാമയജൂംഷി ദീക്ഷ യജ്ഞാശ്ച സർവേ ക്രതവോ ദക്ഷിണാശ്ച സംവത്സരശ്ച യജമാനശ്ച ലോകാഃ സോമോ യത്ര ഭവതേ യത്ര സൂര്യഃ. നമ്മളിവിടെ പറഞ്ഞത് എല്ലാം അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് എത്ര അഗ്രേശം അഗ്രാഹ്യം അഗോത്രം അവർണം അദക്ഷിശ്രോത്രം ഗതപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം, ഇങ്ങനൊരു തത്വം. ഇതാണ് അക്ഷരം എന്ന് പറയുന്നത്. ഈ അക്ഷരം നിന്നാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചമേ ഉണ്ടായിരിക്കുന്നത് അക്ഷരനിൽ നിന്നാണ്. ഈ അക്ഷരനിൽ നിന്നും അക്ഷരൻ്റെ സ്വരൂപം എന്ന് പറയുന്ന സ്ഥൂല രൂപം എന്ന് പറയുന്ന ഈ പ്രപഞ്ചമാണ്. അപ്പോൾ അതിൻ്റെ അഗ്നിർമൂർധ, അതിൻ്റെ മൂർധാവ്, ഈ അക്ഷരപുരുഷൻ്റെ മൂർധാവ് എന്ന് പറയുന്നത് ദുലോകം. ചക്ഷുഷി ചന്ദ്രസൂര്യൻ, ചന്ദ്രനും സൂര്യനുമാണ് ചക്ഷുസ്. അതിൻ്റെ ഹൃദയം വിശ്വമസ്യ, ആ അക്ഷരപുരുഷൻ്റെ ഹൃദയം ഈ പ്രപഞ്ചമാണ്. ഇങ്ങനെ പൃഥ്വിയാണ് പാദങ്ങൾ. ഇതിനെല്ലാം അക്ഷരസ്വരൂപനായ ആ ഭഗവാനൊക്കെ അതീതമാണ്. പിന്നെ ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേനും ഭഗങ്ങളൊക്കെ ആകുമ്പോൾ അല്ലേ ഭഗവാനായിരുന്നു. അപ്പോൾ ആ അക്ഷരസ്വരൂപൻ്റെ സ്ഥൂല ശരീരമാണ് നമ്മൾ കാണുന്ന പ്രപഞ്ചം. ഈ എല്ലാം ആ പുരുഷനിൽ നിന്നുണ്ടായതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എല്ലാം ഉണ്ടായി, അതിൽ നിന്നും ഈ പ്രജകളെല്ലാം ഉണ്ടായി, ഈ സകല സ്ഥൂലവും സൂക്ഷ്മമായ സകല പ്രപഞ്ചവും ഉണ്ടായി. അതിൽ നിന്ന് ആ പുരുഷനിൽ നിന്നും
വേദങ്ങളുണ്ടായി. വേദങ്ങൾ പറഞ്ഞിരുന്ന കർമ്മങ്ങളുണ്ടായി. കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും ആ പുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് തസ്മാച്ച് കർമ്മഫലം എന്ന് പറയുന്നത് വിദ്വാൻ ചെയ്യുന്ന കർമ്മത്തിനൊരു ഫലം. അത് എന്തുകൊണ്ടാണ് രണ്ട് ഫലം, ഒരേ കർമ്മം രണ്ട് പേര് ചെയ്താൽ രണ്ട് ഫലം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനോവൃത്തിയുടെ വ്യത്യാസമാണ്. അപ്പം ഈ വിദ്വാൻ ചെയ്യുമ്പം അയാളുടെ മനോഭാവം ഒന്നായിരിക്കും. അപ്പോൾ ഇന്നതെന്നുള്ള ഒരു ഇതിലായിരിക്കും ചെയ്യുന്നത്. ഇടവാക്കാണെങ്കിൽ വാഗ്ദേവത അഗ്നിയാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്ന ആ വാക്കിൻ്റെ ദേവത അഗ്നിയാണ്. അഗ്നിസ്വരൂപത്തെ ആയിരിക്കും അദ്ദേഹം ധ്യാനിക്കുന്നത്. അതേസമയം അജ്ഞാനി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഇത്ര ഇന്നത് വേണം എന്ന് വിചാരിച്ച് വരികയാണെങ്കിൽ ആ വിചാരിക്കുന്നതായിരിക്കും മനസ്സിൽ വരുന്നത്. ആ മനോവൃത്തിയുടെ വ്യത്യാസം കൊണ്ടാണ് ഫലത്തിന് വ്യത്യാസം. തസ്മാച്ച ദേവ ബഹുധാ സംപ്രസൂതാ സാധ്യാ മനുഷ്യ പശവോ വയാംസി പ്രാണാവാനൗ വ്രീഹ്യവൗ തപശ്ച ശ്രദ്ധാ സത്യം ബ്രഹ്മചര്യം വിധിശ്ച. ഇനിയുള്ളതെല്ലാം ഈ അക്ഷരനുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തസ്മാത് ച ദേവാഹ ബഹുധാ സംപ്രസൂതാഹ സാധ്യാഹ മനുഷ്യാഹ പശവഃ വയാംസി പ്രാണാവാനൗ വ്രീഹ്യവൗ തപഃ ച ശ്രദ്ധ സത്യം ബ്രഹ്മചര്യം വിധിഃ ച. തസ്മാച്ച ആ അക്ഷരനിൽ നിന്നും ദേവന്മാരും ബഹുധാ അനേക രീതിയിലുള്ള ദേവന്മാർ. ഇപ്പോൾ ദേവന്മാർ തന്നെ പല ഗണങ്ങളുണ്ട്. പല ഗണങ്ങളിലുള്ള ഈ ദേവന്മാരും സാധ്യാഹ അതും ഒരു ദേവഗണത്തിൽ കിട്ടുക. മനുഷ്യാഹ സാധാരണ മനുഷ്യരും പശവഃ ജന്തുക്കൾ ഈ മൃഗങ്ങളും വയാംസി പക്ഷികളും പ്രാണാപാനവും ഇതിനൊക്കെ മനുഷ്യർക്കൊക്കെ ജീവിക്കണമെങ്കിലേ പ്രാണപാനം ശ്വാസോച്ഛ്വാസം വേണമല്ലോ. അതിന് വായു വേണം. അപ്പോൾ അപാനനെയും സൃഷ്ടിച്ചിരിക്കുന്നതും വ്രീഹിയവൗ ഇവർക്ക് യാഗം ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. ജീവിക്കണമെങ്കിൽ ഇത് ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. നെല്ലും ഗോതമ്പും അങ്ങനെയൊക്കെയുള്ള എല്ലാ ചെടികളും വ്രീഹിയവം ഈ എല്ലാ കർമ്മങ്ങൾക്കുള്ളത്. കർമ്മങ്ങളും ഈ യജ്ഞാതി കർമ്മങ്ങളും ആഹാരങ്ങളും തപസ്സെന്ന് പറയുന്നത് ആ ശ്രദ്ധ, ആ ചെയ്യുന്ന കർമ്മത്തിലുള്ള ശ്രദ്ധ, അത് പ്രത്യേകം ഫലം കൊടുക്കുന്നു. എത്രമാത്രം ശ്രദ്ധയോടെ ചെയ്യുന്നു അത്രയും അത് സ്വതന്ത്രമായിട്ട് തപസ് ഫലം കൊടുക്കുന്നു. തപശ്ച ശ്രദ്ധ സത്യം അസത്യം പറയാതിരിക്കുക. ഉള്ളതുപോലെ പറയുക സത്യം. പക്ഷേ സത്യം ധർമ്മ ആപദ്ധർമ്മം എന്ന് മൂന്നെണ്ണമുണ്ട്. ആപദ്ധർമ്മത്തിൽ ചിലപ്പോൾ നമുക്ക് അസത്യം പറയേണ്ടി വരും. അതാണ് ഒരു വലിയ മഹർഷി ഇരുന്ന് തപസ് ചെയ്യുകയായിരുന്നു. നമ്മളുണ്ട് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ തപസ് കൊണ്ടിരുന്നിട്ട് ഒരു ഒരു മാനിനെ ഇത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വേടൻ മാനിനെ ചെയ്തപ്പം മാന ഓടി ഈ ആശ്രമത്തിൽ ചെന്ന് കയറി. സ്വാമിയുടെ അടുത്ത് ഈ തപസ് ചെയ്തിരുന്ന ആളുടെ അടുത്ത് കയറി. ഇപ്പം അന്നത്തെ നിയമം അനുസരിച്ച് ആരാദ്യം അമ്പ് ചെയ്യുന്നു അവർക്കാണ് ഈ മൃഗത്തിൻ്റെ അവകാശം. ഇതിനെ ഓടിച്ചെന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മാൻ ഇങ്ങോട്ട് കയറി വന്നു, ഞാൻ ചെയ്ത മാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടുതയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലും. അപ്പോൾ ഒരു ഹിംസയായി. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി ഓർക്കുന്നുണ്ട്? എൻ്റെ ആദ്യം എന്തായിരുന്നു? കിംബ്രൂഹി പുനഃ നീ എന്താണ് കാണുന്നവൻ പറയുന്നവൻ കാണുന്നുമില്ല, പിന്നെ നീ ആരോട് എന്തോന്ന് പിന്നെ ചോദിക്കുന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ടു. തസ്മാച്ച പുരുഷാത് കർമാംഗഭൂത ദേവാഹ ബഹുധ വസ്വാദി ഗണഭേദേന സംപ്രസൂതാഹ സമ്യക് പ്രസൂതാഹ. ഈ ദേവഗണങ്ങളാണ് യജ്ഞങ്ങൾക്കൊക്കെ അവരെ ഉദ്ദേശിച്ചാണ് യജ്ഞം ചെയ്യുന്നത്. ദേവത എന്ന് പറയുന്നത് എന്താ? ഈ നമ്മൾ പറയുന്ന ആ ഈശ്വരനും ദേവതയും തമ്മിലുള്ള വ്യത്യാസം. ദേവതയ്ക്ക് അധികാര പരിധിയുണ്ട്. നമ്മളെ വിഘ്നേശ്വര എന്ന് പറയുമ്പോൾ ആ വിഘ്നത്തിൻ്റെ അവിടെ ഒരു പരിധി വരുന്നു.
സരസ്വതി വാഗ്ദേവതയാണ്. വാഗ്ദേവത എന്നൊരു പരിധിയായി. അപ്പോൾ ഈ ദേവതകൾക്കൊരു പരിധിയുണ്ട്. ഒരു ഭാഗം ഭരിക്കാൻ കൊടുത്തിട്ടില്ല. ഒരു എല്ലാം കൂടെ ഭരിക്കുന്ന ഒരു രാഷ്ട്രപതിയുണ്ട്. അതാണ് ഈശ്വരൻ. ഈശ്വരൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അത്യവോചത അധിവക്ത എന്ന് പറഞ്ഞ പോലെ അത്യവോചത പ്രധാനിയായിട്ട് പറയേണ്ടത് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ പക്ഷേ അധിവക്താവാണ്. അതായത് തൻ്റെ ഭക്തനെ രക്ഷിക്കണമെന്ന് ഈ ഭാഗം ചേർത്ത് പറയും. അത് തെറ്റില്ലെന്നാണ്. മനുഷ്യ ബഹുതാ സംവസൂത സാധ്യാഹ മനുഷ്യ ഇത് വായിക്കും. സാധ്യാഹ ദേവവിശേഷാഹ മനുഷ്യാഹ കർമാധികൃതാഹ കർമ്മം ചെയ്യാൻ അധികാരം മനുഷ്യനാണുള്ളത്. പശവഹ ഗ്രാമ്യാരണ്യാഹ ഗ്രാമത്തിലുള്ള മൃഗങ്ങളും കാട്ടിലുള്ള മൃഗങ്ങളും അല്ലേ, കാട്ടുജീവികൾ വേറെ അല്ലേ. വയാംസി പക്ഷികൾ ജീവനം ച മനുഷ്യാദീനം പ്രാണാപാനവും മനുഷ്യന് ജീവിക്കാൻ പ്രാണനെയും അപാനെയും വ്രീഹിയേവവും ഹവിരർത്ഥേ ഹവിസ്സായിട്ടുള്ളത്. ഹവിസ് എന്ന് പറയുന്നത് യാഗം ചെയ്യാൻ ഹവിസിടാൻ വേണ്ടി വ്രീഹി യവം മുതലായവയും കർമാംഗ പുരുഷ സംസ്കാര ലക്ഷണം സ്വതന്ത്രം ച ഫലസാധനം. ഇതെല്ലാം ആ പുരുഷനിൽ നിന്നേ ഉണ്ടായിന്ന് ആദ്യം പറഞ്ഞു. ഇതെല്ലാം ആ പുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പുരുഷ സംസ്കാര ലക്ഷണം സ്വതന്ത്രം ച ഫലസാധനം. കർമാംഗം പുരുഷൻ്റെ സംസ്കാരം. തപസ്സെന്ന് പറയുന്നത് തപസ്സെന്ന് പറയുന്ന എത്രമാത്രം ശ്രദ്ധയോടെ ഏകാഗ്രത. തപസ്സെന്ന് പറഞ്ഞാൽ ഏകാഗ്രത തന്നെ. അപ്പോൾ ഏകാഗ്രതയോടെ ചെയ്യുന്നു. അത് സ്വതന്ത്രം ച ഫലസാധനം. അതിന് പ്രത്യേകിച്ച് ഒന്നുകൂടെ ആശ്രയിച്ചല്ല, അതിന് സ്വതന്ത്രമായിട്ട് ഫലം കൊടുക്കാൻ സാധിക്കും. കാരണം അത്രമാത്രം നമ്മൾ അന്ധകരണം അതിലടങ്ങിയിരിക്കുകയാണ്. അതനുസരിച്ച് ഒരു ഫലം ഉണ്ടാകുന്നു. ശ്രദ്ധ യൽപൂർവക സർവപുരുഷാർത്ഥ സാധന പ്രയോഗ ചിത്തപ്രസാദ ആസ്തിക്യബുദ്ധി. ആസ്തിക്യബുദ്ധി അതായത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. ഇത് ചെയ്താൽ എന്നത് കിട്ടുമെന്ന് പറയുന്നതും സത്യമാണ് എന്നുള്ള ബുദ്ധിയോട് ചെയ്യണം. ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് പേടിച്ച് ചെയ്താൽ ചിലപ്പം കിട്ടിയില്ലെന്നും വരെ. അത് കിട്ടും ഉറപ്പാണെന്നുള്ള രീതിയിൽ ചെയ്യാതെ കിട്ടും. ശ്രദ്ധാപൂർവക സർവപുരുഷാർത്ഥ സാധന പ്രയോഗ ചിത്തപ്രസാദ ആസ്തിക്യ ബുദ്ധി തഥാ സത്യം അനിർവവർജനം. സത്യം വേണമെന്ന് പറഞ്ഞു. അത് സത്യം എന്താണെന്ന് വെച്ചാൽ അനിർവവർജനം. അനിർവത്തിനിങ്ങനെ ചില ആപകർമ്മങ്ങളും ചെയ്യേണ്ടി വരും. വർദ്ധനം യഥാഭൂതാർത്ഥവചനം ച അപീഡാകരം. അപീഡാകരമായിരിക്കണം. പീഡന എന്നിട്ട് ദുഃഖം ഉണ്ടാക്കാത്ത രീതിയിൽ യഥാർത്ഥമായിട്ട് പറയുക. അതാണ് സത്യം. ബ്രഹ്മചര്യം മൈഥുന അസമാചാര വിധിശ്ച ഇത് കർത്തവ്യത. ഇത് കർത്തവ്യത. വിധി എന്ന് പറയുന്നത് ഇത് കർത്തവ്യത. ഇത് ചെയ്യുക എന്നുള്ളതാണ് വിധി. ഇത്രയും ഈ അക്ഷരനിൽ നിന്ന് ഈ ഉണ്ടായതാണ്. ഇവയും അക്ഷരനിൽ നിന്ന് ഉണ്ടായതാണ്. തസ്മാച്ച ദേവ ബഹുധാ സംപ്രസൂത സാധ്യ മനുഷ്യ പശവോ വയാംസി പ്രാണാപാനോ വീര്യവോ തപശ്ച സത്യം ബ്രഹ്മചര്യം വിധിശ്ച സപ്തപ്രാണാ പ്രഭവന്തി തസ്മാത് സപ്താച്ചിഷസമിധഃ സപ്തഹോമാഃ സപ്തൈമേ ലോകാഹേഷു ചരന്തി പ്രാണാഃ ഗുഹാശയാ നിഹിതാ സപ്ത. നമ്മൾ ഓരോന്നും കേൾക്കുമ്പോൾ ഈ ഉപനിഷത്തിൽ പറയുന്ന ഓരോന്നിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് പറയുന്നതൊക്കെ ഏതാണ്ട് ഗംഭീര കാര്യമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. സപ്തപ്രാണാഃ പ്രഭവന്തി തസ്മാത്. സപ്തപ്രാണാഃ. ഈ സപ്തപ്രാണാഃ എന്ന് പറയുന്നത് സപ്തർഷികളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്തർഷികളുടെ പേര് മറന്നു പോയി. പക്ഷെ അതൊന്നുമല്ല. ഇതിൻ്റെ വസിഷ്ഠനൊക്കെ ഉണ്ട്. അത്രയുണ്ട്. അത്ര വാക്കാം. 2 ചെവി, 2 കണ്ണ്, 2 മൂക്ക്, നാക്ക്. ഇത്രയാണ് 7 സപ്തർഷികൾ. സപ്തർഷികൾക്ക് പേരുണ്ട്. ഞാൻ പറഞ്ഞു ഇത് തീരുമ്പോൾ നമുക്ക് ബൃഹദാരണ്യം എടുക്കും. അതിൻ്റെ സപ്തപ്രാണാഃ പ്രഭവന്തി തസ്മാത്. ഈ 7 അതായത് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും ഈ പുരുഷനിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. സപ്താർച്ചിഷഃ
അർച്ചിസ് എന്ന് പറയുന്ന ജ്വാല. അപ്പോൾ ഈ 7 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ജീവൻ വേണ്ടേ, ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുള്ളൂ. അതാണ് ആ ജ്വാല എന്ന് പറയുന്നത്, ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, ജീവൻ ഉണ്ടായിരിക്കുക. അതും ഈ അക്ഷരത്തിൽ നിന്നുണ്ടായതാണ്. തസ്മാത് സപ്താർച്ചിഷ സമിധ. ഇത് ജ്വലിക്കണമെങ്കിൽ ഇപ്പം എനിക്ക് കണ്ണുപിടിപ്പുണ്ട്, കണ്ണ് ജ്വലിക്കുന്നു എന്ന്, അതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ എന്തെങ്കിലും കാണണം, ഇല്ലേ? കണ്ടില്ലെങ്കിൽ നമ്മൾ കണ്ണുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയുന്നില്ല. കണ്ണ് കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഈ ജ്വാലയ്ക്കകത്തോട്ട് ഹവിസിട്ട് കൊടുക്കുക. സമിത്ത് എന്ന് പറയുന്നത് ഇന്ധനം ഇട്ട് കൊടുക്കുക. ആ ഇന്ധനം എന്താണ്? വിഷയങ്ങളാണ്. അപ്പം സപ്താർച്ചിഷ സമിധ. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതിനെയെല്ലാം ദീപിപ്പിക്കാനുള്ള സമിത്തും ഇന്ധനങ്ങളും ഈ അക്ഷരയിൽ നിന്നുണ്ടായതാണ്. സപ്തഹോമാഹ. അപ്പം സപ്തഹോമങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങൾ വന്നാൽ എന്താണ് വിശേഷം? അതിനെ അറിയുന്നു, ഇല്ലേ? അതങ്ങോട്ട് ഇടുമ്പോൾ അതിനെ അറിയുന്നു. അതാണ് ഹോമം. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലോട്ട് ഇടുമ്പോൾ നമ്മളതിനെ അറിയുന്നത്. സപ്തഹോമാഹ. സപ്ത ഇമേ ലോകാഹ യേഷു ചരന്തി പ്രാണാഹ. സപ്ത ഇമേ ലോകാഹ. 7 ലോകങ്ങളും യേഷു ചരന്തി പ്രാണാഹ. 7 ഇന്ദ്രിയങ്ങളിലും പ്രാണങ്ങൾ ചലിക്കുന്നുണ്ട്. പ്രാണഹ ഗുഹാശയ നിഹിത സപ്ത ഗുഹാശയാഹ. ഈ ഓരോ ഹൃദയഗുഹയിലും ഇതെല്ലാം ഇരിപ്പുണ്ട്. ഈ 7 ഇന്ദ്രിയങ്ങളും അതിനുള്ള വിഷയങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അറിവുകളും എല്ലാ ഗുഹകളിലും, ഇതെല്ലാം ഹൃദയഗുഹകളിലും ഇരിക്കുന്നുണ്ട്. ഗുഹകളിൽ നിഹിതങ്ങളാണ്, അവിടെ വെച്ചിരിക്കുകയാണ്. ആര് വെച്ചതാണ്? തസ്മാ. ആ അക്ഷരനാണ് ഇതിനെല്ലാം ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. 7 ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളിലുള്ള ആ ചൈതന്യവും അതിലിടാനുള്ള സമിത്തുകളും ആ സമിത്തിടുമ്പോൾ ഉണ്ടാകുന്ന അറിവുകളും എല്ലാം തന്നെ ഈ പുരുഷനിൽ നിന്നുണ്ടായതാണ്. അക്ഷരപുരുഷൻ. അതായത് അക്ഷരനിൽ നിന്നുണ്ടാകാത്തതായിട്ട് ഒന്നുമില്ല. ഇതെല്ലാം തന്നെ അക്ഷരൻ്റെ അംശങ്ങളാണ്. അതായത് പ്രാണങ്ങൾ, നമ്മൾ ഈ ഇത് വായിക്കുമ്പോഴും ഇവിടെ പ്രാണങ്ങളാണ് കർത്താവായിട്ടും കർമ്മമായിട്ടും കർമ്മഫലമായിട്ടും എല്ലാം തന്നെ പല രീതിയിൽ വ്യവസ്ഥിതി ചെയ്യുന്നത് ഈ പ്രാണൻ തന്നെയാണ് വാസ്തവത്തിൽ. സപ്ത ശീർഷന്യാഹ പ്രാണാഹ തസ്മാദേവ പുരുഷാത് പ്രഭവന്തി. ഈ ശീർഷന്യാഹ, ശീർഷത്തിലിരിക്കുന്നു, തലയിലുള്ള, അതായത് തലയിലാണല്ലോ, നമ്മുടെ ചമസത്തിലാണല്ലോ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ആ ശീർഷത്തിലുള്ള പ്രാണാഹ സപ്തപ്രാണാഹ. ഈ നമ്മൾ പറഞ്ഞ ഏതൊക്കെ സപ്തപ്രാണാഹ? 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, വാക്ക്. ഇതെല്ലാം തന്നെ പുരുഷാത് പ്രഭവന്തി. ഈ അക്ഷരപുരുഷനിൽ നിന്നും പ്രഭവിക്കുന്നതാണ്. തേഷാംച സപ്താർച്ചിഷോ ദീപ്തയ സ്വവിഷയാവദ്യോതനാനി. തൻ്റെ വിഷയങ്ങളെ ദ്യോതിപ്പിക്കുക, അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ദീപ്തിക. അർച്ചിസ് എന്ന് പറഞ്ഞാൽ ജ്യോതിസത്തിൽ ജ്വാല എന്നുള്ള അർത്ഥമാണല്ലോ അർച്ചിസ്. അപ്പോൾ എന്തുവാണ് ഇവിടെ ജ്യോതിസ് നമ്മൾ കാണുന്നത്? ഈ വിഷയങ്ങളെ അറിയിക്കാനുള്ള കഴിവ്, വിഷയങ്ങളെ അറിയാനുള്ള കഴിവാണ് ഈ അർച്ചിസായിട്ട് കിടക്കുന്നത്. സ്വവിഷയാവദ്യോതനാനി യഥാ സപ്തസമിധ സപ്തവിഷയാ. ഈ 7 വിഷയങ്ങളെയാണ് ധരിക്കുന്നത്. സപ്തവിഷയാ വിഷയൈഹി ഹി സമിദ്ധിതേ പ്രാണാഹ. ഈ അറിയാനുള്ള ആ ഒരു കഴിവ് അറിയണമെങ്കിൽ ഈ ഇന്ധനം വേണം. ഇന്ധനം വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ അവിടെ ചെല്ലുന്നു. സപ്തഹോമാഹ തദ്വിഷയ വിജ്ഞാനാനി. ഹോമം എന്ന് പറയുന്ന വിഷയങ്ങളെ അറിയുക എന്നുള്ളത്. തദസ്യ വിജ്ഞാനം തജ്ജുഹൂതി ഇതി ശ്രുത്യന്തരാത്. ഈ അറിവിനെ അറിയുന്നത് വാസ്തവത്തിൽ ഈ അക്ഷരം തന്നെയാണ്. കിഞ്ച സപ്തേമേ ലോകാഹ ഇന്ദ്രിയസ്ഥാനാനി യേഷു സഞ്ചരന്തി പ്രാണാഹ. സപ്തേമേ ലോകാഹ. ഈ 7 ഇന്ദ്രിയങ്ങളും ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതാണ് ഇന്ദ്രിയങ്ങൾ. ഈ കാണാനുള്ള കഴിവ്, ആ ഒരു കഴിവ് ഇരിക്കുന്ന സ്ഥലമാണ് കണ്ണ്. ആ ഇന്ദ്രിയം, കണ്ണെന്നുള്ള ഇന്ദ്രിയം ഇരിക്കുന്നിടമാണ് കണ്ണ്.
അവിടെ എല്ലാം പ്രാണനുണ്ട്. ആ സപ്തൈമേ ലോകാഹ ഇന്ദ്രിയസ്ഥാനാനി യേഷു ചരന്തി സഞ്ചരന്തി പ്രാണാഹ. ഈ പ്രാണങ്ങളെല്ലാം ഈ അറിവുകളും ഇതെല്ലാം തന്നെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അത് ഇന്ദ്രിയങ്ങളാണ്. അവിടെയാണ് ഈ പ്രാണന്മാർ സഞ്ചരിക്കുന്നത്. കണ്ണ് എന്ന് പറയുമ്പം ആ കണ്ണിലുള്ള ഇന്ദ്രിയത്തിൽ പ്രാണൻ വരുമ്പോൾ ആ പ്രാണൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഇന്ദ്രിയത്തിൻ്റെ കഴിവെന്ന് പറയുന്നത്. ഇന്ദ്രിയത്തിൻ്റെ ആ യോജിപ്പിക്കാനുള്ള കഴിവ്, അറിയിക്കാനുള്ള ഒരു കഴിവ്, അത് ഈ പുരുഷനിൽ നിന്നുണ്ടായതാണ്. പ്രാണാഹ യേഷു ചരന്തി ഇത് പ്രാണാനാം വിശേഷണം ഇതം പ്രാണാപാനാദി നിവൃത്തിയർത്ഥം. ഇത് പ്രാണാപാനനല്ല, ഇവിടെയൊക്കെ സഞ്ചരിക്കുന്ന ഇതിനൊക്കെ ആ പ്രവർത്തന ശേഷി കൊടുക്കുന്ന ആ ശക്തിയാണ് ഈ പ്രാണന്മാർ. ഗുഹായാം ശരീരേ ഹൃദയേ വാ സ്വാപകാലേ ശേരതേ ഗുഹാശയ. ശരീരത്തിലിരിക്കുന്നു, അന്ധക്കരണം നമ്മുടെ ശിരസിലിരിക്കുന്നു എന്നാണ്. പിന്നെ ഹൃദയത്തിലിരിക്കുന്നു, ഉറങ്ങുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ ഒന്നുകൂടുന്നു. ഇത് പ്രാണൻ വിലയിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ കഴിവ് അതിലുള്ള എല്ലാ പ്രാണന്മാരും ഹൃദയത്തിൽ ഏകീഭവിക്കുന്നു. അതാണ് സാപകാലെ ശേരതേ ഇതി ഗുഹാശയാഹ നിഹിതാഹ സ്ഥാപിതാ ധാത്ര സപ്തസപ്ത പ്രതി പ്രാണിഭേദം. ഓരോ പ്രാണിക്കും ഇതെല്ലാം പ്രത്യേകം ഈശ്വരൻ ഈ അക്ഷരപുരുഷൻ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. യാനി ആത്മയാദിനാം വിദുഷാം കർമാണി കർമ്മഫലാനി ച വിദുഷാം ച കർമാണി തൽസാധനാനി കർമ്മഫലാനി ച സർവം ച ഏതസ് പരസ്മാദേവ പുരുഷാത് സർവജ്ഞാത പ്രസൂതം ഇതി പ്രകരണാർത്ഥ. ഈ പ്രകരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മയാതിന വിദുഷ, ആത്മസ്വരൂപത്തെ ആത്മാവിനെ ഇരിക്കുന്നവർ, ആത്മസ്വരൂപത്തെ അറിയാൻ പ്രവർത്തിക്കുന്നവർക്കും വിദ്വാൻമാർക്കും ആത്മയാതിനാം വിദുഷാം കർമാണി കർമ്മഫലം, ഇവർക്കുള്ള എല്ലാ കർമ്മങ്ങളും കർമ്മങ്ങളുടെ ഫലങ്ങളും അവിദുഷാംശ കർമാണി തൽസാധനാനി അവിദ്വാൻമാർ അറിയാൻ വയ്യാതെ വെറുതെ കർമ്മം ചെയ്യുന്ന ആളുകൾക്കും ആ കർമ്മസാധനങ്ങളും അതിൻ്റെ ഫലങ്ങളും എല്ലാം ഏതസ്മാദേവ പുരുഷാത് സർവജ്ഞാത സംപ്രസൂതം. ഈ പരമപുരുഷനിൽ തന്നെ, ഈ അക്ഷരപുരുഷനിൽ തന്നെ ഉണ്ടായതാണ്, സർവജ്ഞനായ അക്ഷരപുരുഷനിൽ നിന്നും ഉണ്ടായതാണ് എന്ന് ഈ പ്രകരണത്തിൻ്റെ ചുരുക്കം. അപ്പം വിദ്വാന്മാരും കർമ്മം ചെയ്യുന്നുണ്ട്. വിദ്വാന്മാർ ചെയ്യുന്ന കർമ്മത്തിനൊരു ഫലം, അവിദ്വാൻ ചെയ്യുന്ന ഒരു കർമ്മത്തിന്. അപ്പോൾ കർമ്മത്തിനും കർമ്മം ചെയ്യണമല്ലോ, ആ കർമ്മം ചെയ്യാനുള്ള കഴിവും അതിനുള്ള സാധനങ്ങളും വിദ്വാനും പ്രത്യേകം ഫലങ്ങളും എല്ലാം ഈ അക്ഷരപുരുഷൻ തന്നെ ഉണ്ടാക്കിയതാണ്. സപ്തപ്രാണാ പ്രഭവന്തി തസ്മാത് സപ്താധ്യക്ഷഃ സമിധഃ സപ്തഹോമാഃ സപ്തൈമേ ലോകാഃ യേഷു ചരന്തി പ്രാണാഃ ഭാസയാനിഹിതാഃ സപ്തസപ്ത. അതഃ സമുദ്രാ ഗിരയശ്ച സർവേ അസ്മാത്സ്യന്തന്തെ സിന്ധവഃ സർവരൂപാഃ അതശ്ച സർവാ ഓഷധയോ രസശ്ച യേനൈഷ ഭൂതൈസ്തിഷ്ഠതേ ഹ്യന്തരാത്മാ. അതഃ സമുദ്രാഃ ഗിരയഃ ച സർവേ അസ്മാത് സ്യന്തന്തെ സിന്ധവഃ സർവരൂപാഃ അതഃ ച സർവാഃ ഓഷധയഃ രസഃ ച യേന ഏഷ ഭൂതൈഃ തിഷ്ഠതേ ഹി അന്തരാത്മാ. അതഃ ഈ അക്ഷരപുരുഷനിൽ നിന്നും സമുദ്രങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഗിരയശ്ച ഗിരികൾ പർവ്വതങ്ങളും ഈ അക്ഷരനിൽ നിന്നുണ്ടായതാണ്. സർവേ അസ്മാത് സ്യന്തന്തെ സിന്ധവ സർവരൂപാഃ. ഈ അസ്മാത് ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് സിന്ധവ സർവരൂപാഃ, സർവരൂപത്തിലുള്ള നാദികൾ, അതായത് എല്ലാ നാദികളും ഇത് ഈ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതശ്ച സർവാ ഓഷധയഃ രസശ്ച ഔഷധികൾ, ചെടികൾ, വൃക്ഷങ്ങൾ, അങ്ങനെയുള്ള ഒക്കെ തന്നെ ഈ പുരുഷനിൽ നിന്നുണ്ടായതാണ്. രസശ്ച അതിൻ്റെ രസങ്ങളും ഇതിൻ്റെ ഈ ചെടികളുടെയൊക്കെ രസം കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ആഹാരം കഴിച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം രസശ്ച അതിൻ്റെ ഈ ഔഷധികളും അതിൻ്റെ രസങ്ങളും.
ഏനൈഷ ഭൂതൈസ്തിഷ്ഠതേ ഹ്യന്തരാത്മാ. ഏന ഏഷ ഭൂതൈः തിഷ്ഠതേ. ഏന ഭൂതൈः ഏഷ തിഷ്ഠതേ. യാതൊരു ഭൂതങ്ങളെ കൊണ്ടാണോ ഈ പുരുഷൻ ഇരിക്കുന്നത്, അന്തരാത്മാവായിട്ടിരിക്കുന്നു. അതായത് ഈ രസങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് സ്ഥൂല ശരീരമാണ്. ഈ സ്ഥൂല ശരീരത്തിനകത്ത് അന്തരാത്മാവായിട്ടിരിക്കുകയാണ് ഈ പുരുഷൻ, ഈ ജീവൻ. അപസമുദ്രാഗിരേശ്ച സർവേ അസ്മാസ്യന്തേ സിന്ധവ സർവരൂപാ അതഃ പുരുഷാത് സമുദ്രാः സർവേ ക്ഷാരാദ്യാः ഗിരയः ച ഹിമവദാദയോ അസ്മാദേവ പുരുഷാത് സർവേ. അസ്മാത് പുരുഷാത് സർവേ. ഈ അക്ഷര പുരുഷനിൽ നിന്നാണ് സമുദ്രങ്ങൾ. ക്ഷാരാദ്യ, ക്ഷാരസമുദ്രം, പലവിധ സമുദ്രങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ക്ഷീരസമുദ്രം, ഇങ്ങനെയുള്ള സമുദ്രങ്ങളെ എല്ലാം എല്ലാ സമുദ്രങ്ങളും, പിന്നെ എല്ലാ ഗിരികളും, എല്ലാ പർവ്വതങ്ങളും, ഹിമവദാദയ അസ്മാദേവ പുരുഷാത് സ്യന്തന്തേ സ്രവന്തി ഗംഗാദ്യാः സിന്ധവः നദ്യः സർവരൂപാः ബഹുരൂപാः. ഈ അനേക സർവരൂപാः, ചെറുതും വലുതുമായ അനേക നദികളുണ്ട്. ഈ ഗംഗ എന്ന് പറയുന്നത് തന്നെ പല, ഇന്ന് 3 നദികൾ കൂടുന്നു. ഇങ്ങനെയുള്ള നദികളെല്ലാം തന്നെ ഈ പുരുഷനിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. നദ്യ സർവരൂപ ബഹുരൂപ അസ്മാദേവ പുരുഷാത് സർവാ ഓഷധയ വ്രീഹി യവാദ്യാः. ഈ പുരുഷനിൽ നിന്നാണ് അനേക തരത്തിലുള്ള ചെടികളും വ്രീഹി യവ മുതലായ സകലവിധ ഓഷധികളും ഉണ്ടായിരിക്കുന്നത്. രസശ്ച മധുരാദി ഷഡ്വിധോയേന രസേന ഭൂതൈः പഞ്ചഭിः സ്ഥൂലൈः പരിവേഷ്ടിതഃ തിഷ്ഠതേ. ഈ ഷഡ്രസങ്ങളുണ്ടല്ലോ, മധുരം, എരിവ്, കയ്പ്, പുളി, പിന്നെന്താ ഒരു ഇതൊന്നും അല്ലാത്ത ഒരു എന്താന്ന് പറയുന്നത്, ചവർപ്പ്. ഈ പനിക്ക് കഴിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ, ഒരു വല്ലാത്ത പേരുമാണ് അതിൻ്റെ. ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ പനി പോകുന്നവർ. ആ, വെറുതെ ഒരു ചെടി കഴിച്ച് വരുന്നു. പക്ഷെ ആരും കുടിക്കത്തില്ല. ആദ്രോടൊന്നുമില്ല. ആദ്രോടം പിന്നെയും കഴിക്കാം, കഴിക്കൊക്കെ ആണെങ്കിൽ. ഇത് ഒരു വിധത്തിലും കഴിക്കാം. ആശ്രമത്തിനുണ്ടത് പേര് ഞാൻ മറന്നു. കയ്പുമല്ല, പുളിയുമല്ല, മധുരവുമല്ല, ഒന്നുമല്ല. ഉടുക്കമില്ല. ഉടുക്കമില്ല നമുക്ക് ഒരു ദിവസം കഴിക്കാം. ഇനി പോകുമ്പോൾ ഞാൻ കാണിക്കാം. ശരി. ഓഷധി വ്രീഹ്യവാദ്യ രസശ്ച മധുരാദി. ഈ ഷഡ്രസങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ വ്രീഹ്യവങ്ങളിൽ നിന്നൊക്കെയാണ്. ഇവ കൊണ്ട് ഈ രസങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളുണ്ടാകുന്നത്. ഈ സ്ഥൂല ശരീരം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥൂല ശരീരത്തിൽ രസേന ഭൂതൈः പഞ്ചഭിः പരിവേഷ്ടിതഃ തിഷ്ഠതി. ഈ ഈ 5 സ്ഥൂലഭൂതങ്ങളെ കൊണ്ട് പരിവേഷ്ടിത. നമ്മുടെ ശരീരമില്ലേ, നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഈ നമ്മുടെ സിരകളൊക്കെ വഴി എവിടോട്ടൊക്കെ ജീവൻ ചെല്ലുമ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ജീവനില്ല. ഇപ്പോൾ കൈയുടെ ആ ജീവൻ വന്നില്ലെങ്കിൽ അതില്ല, അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പം അങ്ങനെയല്ലേ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥൂല രസങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ഥൂല ശരീരത്തിൻ്റെ അകത്ത് സൂക്ഷ്മം ശരീരം, അന്തരാത്മാവായിട്ട് ലിംഗ സൂക്ഷ്മ ശരീരം, ഈ സ്ഥൂല ശരീരത്തിനകത്ത് ലിംഗശരീരം ഇരിക്കുന്നു. അതും ഈ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞല്ലോ, 7 ഇതെല്ലാം പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ ലിംഗശരീരം ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്നു. തത് അന്തരാളെ ശരീരസ്യ ആത്മനശ്ച
ആത്മവത് വർത്തതേ ഇതി അന്തരാത്മാ. അന്തരാത്മാവെന്ന് പറയുന്നതിന് കാരണം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അപ്പം തഥ്യന്തരാളി, ഇതിൻ്റെ അന്തരാളത്തിൽ ശരീരസ്യ ആത്മനശ്ച ആത്മവത് വർത്തത. ആത്മാവ് എന്ന് പറയാൻ നമ്മളെ ഉറക്കത്തിൽ പറഞ്ഞല്ലോ, ഏഷ സർവേശ്വര. അതാണ് ഈശ്വരൻ്റെ സ്വരൂപം. ഇത് സ്ഥൂല ശരീരം, ഇതിൻ്റെ ഇടയ്ക്ക് സൂക്ഷ്മ ശരീരം ഇരിക്കുന്നു. അതുകൊണ്ട് അതിനെ അന്തരാളത്തിലിരിക്കുന്നത് കൊണ്ട് അന്തരാത്മാവെന്ന് പറയും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടിരിക്കുന്നു. സ്ഥൂല ശരീരത്തിന് ചൈതന്യമില്ല, സൂക്ഷ്മ ശരീരത്തിൽ ചൈതന്യമുണ്ട്. ആ ചൈതന്യം യഥാർത്ഥ ചൈതന്യത്തിൽ നിന്നും ഭിന്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്തരാത്മാവെന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയ്ക്കിരിക്കുന്നത്. അതസമുദ്രാഗിരയശ്ച സർവേ സ്മാസ്യന്തേ സിന്ധവ സർവരൂപാഃ അധശ്ച സർവൗഷധയോ രസശ്ച യേനൈഷ ഭൂതൈസ്തിഷ്ഠതേ ഹ്യന്തരാത്മാ. പുരുഷേ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികിരതീഹ സൗമ്യ. പുരുഷഃ ഏവ ഇദം സർവം കർമ്മ തപഃ ബ്രഹ്മ പരാമൃതം ഏതദ യഃ വേദ നിഹിതം ഗുഹായാം സഹ അവിദ്യാഗ്രന്ഥിം വികിരതി ഇഹ സൗമ്യ. ഈ ജീവിതത്തിൽ തന്നെ അവിദ്യാഗ്രന്ഥി ഇല്ലാതാകും. ഇതറിഞ്ഞാൽ ഏതദ്യോ വേദ, ആരാണോ ഏതദ വേദ, ആരാണോ ഇതിനെ അറിയുന്നത്, ഇതിനെ എങ്ങനെ അറിയണം? നിഹിതം ഗുഹായാം, നമ്മുടെ ഹൃദയഗുഹയിലിരിക്കുന്നതായിട്ട് അറിയുന്നു. അല്ലാതെ ഈശ്വരനെ ദൃശ്യമായിട്ടല്ല അറിയുന്നത്. ഈശ്വരൻ നമ്മുടെ ഹൃദയ ഗുഹയിൽ തൻ്റെ ആത്മാവായിട്ടിരിക്കുന്നു എന്നറിയുന്നു. അങ്ങനെ അറിയുന്ന ആളിൻ്റെ അവിദ്യാഗ്രന്ഥി ഇല്ലാതാകുന്നു. ഏവം പുരുഷാദ സർവമിതം സംപ്രസൂതം അതഃ വാചാരംഭണം വികാരോ നാമധേയം അനർഥം പുരുഷ ഇത്യേവ സത്യം. പുരുഷയേവേദം വിശ്വം സർവം. ഈ പുരുഷയേവേദം വിശ്വം എന്നുള്ളതിനർത്ഥമാണ് സർവം, എല്ലാം പുരുഷൻ തന്നെയാകുന്നു. എന്നാൽ വിശ്വം നാമ പുരുഷാദന്യത കിഞ്ചിദസ്തി. ഈ പുരുഷനിൽ നിന്ന് ഭിന്നമായി, നമ്മുടെ ഹൃദയഗുഹയിലിരിക്കുന്ന അക്ഷരപുരുഷനിൽ നിന്ന് ഭിന്നമായി യാതൊരു പ്രപഞ്ചവുമില്ല. അതഃ യദുക്തം തദേവേദം അഭിഹിതം കസ്മിന്ന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കുമോ? ഈ അക്ഷരപുരുഷനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കും. ഏതസ്മിൻ ഹി പരസ്മിന്നാത്മനി സർവകാരണേ പുരുഷേ വിജ്ഞാതേ പുരുഷയേവ ഇദം വിശ്വം ന അന്യദസ്തി ഇത് വിജ്ഞാതം ഭവതീതി എന്നർത്ഥം. ഏതസ്മിൻ ഹി പരസ്മിന്നാത്മനി, പരമാത്മാവെന്ന് പറയുന്നതാണ് സർവകാരണമാണ്. ഈ പരമാത്മനി സർവകാരണേ പുരുഷേ വിജ്ഞാതേ, ഈ സർവത്തിനും കാരണമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന അക്ഷരപുരുഷനെ അറിഞ്ഞാൽ ഇതം സർവം വിജ്ഞാതം ഭവതി, ഇതെല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കും. സർവകാരണേ പുരുഷേ വിജ്ഞാതേ പുരുഷയേവ ഇതം വിശ്വം ന അന്യദസ്തി ഇത് വിജ്ഞാതം ഭവതി. ഈ പുരുഷനെ അറിയുകയാണെങ്കിൽ പുരുഷനിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഇല്ല എന്ന് അറിയാൻ സാധിക്കും. അപ്പോഴാണ് അതുകൊണ്ടാണ് പുരുഷനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. കിം പുനരിതം വിശ്വമിത്യുച്യത കർമ്മ അഗ്നിഹോത്രാദി ലക്ഷണം തപോ ജ്ഞാനം തൽകൃതം ഫലം അന്യദേതാവച്ഛേദം സർവം തച്ചൈതത് ബ്രഹ്മണഃ കാര്യം. തസ്മാത് സർവം ബ്രഹ്മപരാമതം പരം അമൃതം അഹം ഏവ ഇതി യോ വേദ നിഹിതം സ്ഥിതം ഗുഹായാം കൃതി സർവപ്രാണിനാം സ ഏവം വിജ്ഞാനാത് അവിദ്യാഗ്രന്ഥിമിവ ദൃഢീഭൂതാം അവിദ്യാവാസനാം വികിരതി വിക്ഷിപതി നാശയതി ജീവന്യേവ നമൃതഃ സൻ ഹേ സൗമ്യ പ്രിയദർശനം. അപ്പം കിം പുനരിതം വിശ്വം ഇത്യുച്യതേ. അപ്പം ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പുരുഷേവേദം വിശ്വം സർവവും ഈശ്വരനാണ്, അക്ഷരപുരുഷനാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഈ വിശ്വം? കർമ്മ അഗ്നിഹോത്രാദി ലക്ഷണം. ഈ കർമ്മം, അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങൾ എല്ലാം ഈ പുരുഷൻ തന്നെയാണ്. തപസ്
ജ്ഞാനം തൽകൃതം ഫലം അന്യതേതാവധീതം സർവം. തപസ്സും ജ്ഞാനവും ആ ജ്ഞാനത്തോടുകൂടി ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും ജ്ഞാനമില്ലാതെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും എല്ലാം ഈ പുരുഷൻ തന്നെയാകുന്നു. തച്ച ഏതത് ബ്രഹ്മണ കാര്യം, ഇത് ബ്രഹ്മത്തിന് കാര്യമാണ്. അതായത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപമല്ല, അതിൻ്റെ കാര്യമാകുന്നു. കാര്യം സ്വരൂപനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ബ്രഹ്മത്തിൽ ഈ അക്ഷരപുരുഷനിൽ നിന്നുണ്ടായതാണ് ഇവയെല്ലാം. തസ്മാത് സർവം ബ്രഹ്മ പരാമൃതം പരമമൃതം അഹമേവ ഇതിയോ വേദ നിഹിതം സ്ഥിതം ഗുഹായ. അപ്പം ഇതെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ കാര്യമാണ്. പുരുഷൻ എവിടെ ഇരിക്കുന്നു? നിഹിതം ഗുഹായ, തൻ്റെ ഹൃദയത്തിൽ നിഹിതമായിരിക്കുന്നു. അങ്ങനെ ഈ തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന, അതായത് തൻ്റെ അന്ധകരണ സാക്ഷിയായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയുക. ആ ബ്രഹ്മമോ പരാമൃതം പരമമൃതം അഹമേവ ഇതിയോ വേദ. അപ്പം ഞാൻ തന്നെയാണെന്നറിയണം. ഞാൻ എവിടെ ഇരിക്കുന്നു? നിഹിതം ഗുഹായ. അപ്പോൾ തൻ്റെ ഹൃദയഗുഹയിലിരിക്കുന്ന ആ അക്ഷരപുരുഷൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് അറിയുന്നു. അങ്ങനെ സർവപ്രാണ സ ഏവ വിജ്ഞാനാത് അവിദ്യാഗ്രന്ഥി. ഈ അവിദ്യഗ്രന്ഥി എന്ന് പറയുന്നത്, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ ഗ്രന്ഥി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ദൃഢീഭൂത അവിദ്യാവാസന. നമുക്ക് അവിദ്യാവാസന, ഇപ്പം ഞാനിതാണെന്നും ഇതൊക്കെ എൻ്റെ ആളുകളാണെന്നും ഇതൊക്കെ എൻ്റെ പ്രവൃത്തികളാണെന്നും ഇങ്ങനെ നമ്മൾ എൻ്റേതെന്ന് ഒരുപാട് ദൃഢമായിട്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ അതിൽ മയമൊന്നുമില്ലല്ലോ. വളരെ ഇത് തന്നെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന അതുകൊണ്ടാണ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അവിദ്യാവാസന വികിരതി, അതില്ലാതാകുന്നു. വിക്ഷിപതി. അപ്പം തൻ്റെ ഹൃദയത്തിൽ തൻ്റെ അന്ധകരണ സാക്ഷിയായി എല്ലാറ്റിനും കാരണമായി, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഞാൻ. അല്ലാതെ ഇപ്പം ഞാൻ ശരീരമെന്ന് വിചാരിക്കുന്നില്ല. ഞാനെന്നുള്ള ബോധം ശരിക്കും നമ്മൾ, അതാണ് അഹംബദ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം ഞാൻ എന്ന് നമുക്ക് അനുഭവമുണ്ട്. ആ ഞാനെ മാത്രം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഓരോന്നിനെയും അന്വേഷിക്കുമ്പോഴും ഇവിടെ ഞാൻ കിട്ടുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് ആചാര്യസ്വാമിയുടെ പറയുന്ന പോലെ പ്രപഞ്ചം ഉണ്ടായി, ഈ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു, എല്ലാം പ്രകാശിച്ചു. അതുപോലെ ഇവിടെ ആത്മാവ് ഇരിക്കുന്നത് കൊണ്ട് സകല പ്രപഞ്ചവും പ്രകാശിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം പ്രകാശിക്കും. ഓരോ ദൃശ്യത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാനെന്ന് പ്രകാശിപ്പിച്ച് ആ ജ്ഞാനം അവിടെ ഉണ്ട്. ആ ജ്ഞാനം ഈ ശരീരമാണല്ലേ, ഇതിലെ ഓരോ ഉപാധിയാണ് എന്ന് ധരിക്കുന്നതാണ് ജീവൻ്റെ അവിദ്യ. അപ്പോൾ ആ ജീവൻ, ആ വിജ്ഞാനമയനായ ജീവൻ താൻ ഞാൻ എന്ന് നമ്മളിപ്പോൾ ഞാനെന്നുള്ളത് നമ്മളെല്ലാം വിട്ട് ബാധാവധി എന്ന് പറയുന്ന അവിടെ എത്തുകയാണെങ്കിൽ എല്ലാ ദൃശ്യങ്ങളും മറഞ്ഞു. ദൃശ്യം ഞാൻ അറിയുന്നു എന്നുള്ള ദൃശ്യവും മറഞ്ഞു. ഞാൻ അറിയുന്നു എന്നുള്ള ഒരു ദൃശ്യമാണ്, ഒരു ജ്ഞേയമാണ്. അറിയുന്നില്ല എന്നുള്ളത് ജ്ഞേയമാണ്. അറിയുന്നില്ല എന്ന എല്ലാ ജ്ഞേയങ്ങളും അസ്തമിച്ച് കഴിയുമ്പം ബാക്കിയുള്ളത് എന്താണ്? അതാണ് ബാധാവധി. ആ ബാധാവധി അവിടെ പ്രകാശിക്കുന്ന അത് അന്നേരം നമുക്കറിയാൻ പറ്റത്തില്ല. അന്നേരം അവിടെ ചെല്ലിപ്പം സ്വാമി ഉദാഹരണം പറയുന്നു. ഒരാൾ ഒരു മാല കഴിഞ്ഞിട്ട് ഒരാളെ മുങ്ങിയെടുക്കാനാക്കി. അപ്പോൾ അയാൾ മുങ്ങി മാല കയ്യിലെടുക്കും. അവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് മാല കിട്ടുന്നു, മേടി വന്നില്ലേ പറയാൻ പറ്റും. അതുപോലെ ഈ ഒരവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഉണർന്നു വരുമ്പോൾ ഇതുപോലെ പഴയതെല്ലാം കണ്ടപ്പോൾ ഇതൊന്നും ശരിയല്ല, ഇതാണ് ശരി എന്ന് അന്നേരം പറയാൻ. അങ്ങനെ അവിദ്യാഗ്രന്ഥിയെ നശിപ്പിക്കട്ടെ എല്ലാവരുടെയും ആ അക്ഷരപുരുഷൻ. ഭദ്രം പൂഷാ വിശ്വവേദാഃ സുസ്തിനോ വൈഷ്ണവേഭിഃ സുസ്തിനോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.